എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. ഐ വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഹി വാസ് ദ ഓൺലി പ്രൊട്ടക്ടർ. എന്നോട് ഡ്രസ്സ് മാറാൻ അങ്ങനെ ആൾക്ക് കാണണം ഞാൻ ഭയങ്കരമായിട്ട് കെഞ്ചിയപ്പോൾ ഐ ഹാഡ് ടു ഡു ഇറ്റ്. ഞാൻ എവിടേക്കാണ് ഓടേണ്ടത്? ബാംഗ്ലൂരിലെ ആ സെൻറ്ററിലേക്കോ? അവിടെ ഗാങ് ആണല്ലോ ചെയ്യപ്പെടുക. ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വൈകാരികത അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കാണണം, ശരീരം കാണണം. ആൾ സ്വയം നേക്കഡായിട്ട് എന്നോട് പറഞ്ഞു ഒരു പുരുഷനെ കണ്ടിട്ടില്ലല്ലോ. അതെനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. മതം ചാടിയോള് കുടുംബം കലക്കി എന്നെ വിളിച്ചു. മതം ചാടിയതല്ലേ മദർ തെരേസ. ഒരു മദർ വന്ന് എപ്പോഴും വാതിൽ കുറ്റിയിടാൻ പാടില്ല, മറ്റകത്ത് കയറി അവളെ തോന്നിയാസം ചെയ്യണമെന്നുള്ളത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നിങ്ങനെ പിടിച്ച് ഈ ചുണ്ടിൽ കിസ് ചെയ്യലാണ്. എനിക്കത് അറപ്പാണ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കാത്ത, ഈ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ വെച്ച് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്, എന്തും തുറന്ന് പറയാവുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത ഏറ്റവും വിശുദ്ധനായ ഒരു അച്ഛൻ അവിടെ ചെന്ന് ഉള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ എങ്ങനെയോ ഇങ്ങനെയൊക്കെ മോഹങ്ങളൊക്കെ ആയി. സഭയ്ക്കുള്ളിലുള്ള ക്രിസ്തു ശരിക്കും ആ അർത്ഥത്തിൽ മനസ്സിലുണ്ടോ? ഇല്ല. പ്രേം നസീറിന്റെ ഭാഷയിലാണ് ഈശോ അന്ന് എന്നോട് സംസാരിച്ചത്. എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേര് ജീസസ്. അതാണ് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത്. ഇപ്പം ഞാൻ ആ ജീസസിൻ്റെ പടം, എനിക്ക് പടമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു പടം അവിടെ ഒട്ടിച്ച് വെച്ചത് ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതും ഞാൻ ഉമ്മ കൊടുക്കലാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ജീസസിനെ വിട്ടിട്ടൊരു പ്രണയം അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഒരല്പം പ്രണയം ഇപ്പോൾ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട്. അത് ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രണയിക്കുന്നത്, ജൂനിയർ ജീസസ്. സ്വവർഗരതിയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ അത് മോശമായിട്ടൊരു കാര്യമായിട്ട് കരുതിയിരുന്നു. ഞാൻ പറയുന്നത് അന്നും ആ സിസ്റ്ററിനോട് താല്പര്യമുള്ള, സ്വവർഗരതി താല്പര്യമുള്ള സിസ്റ്ററുടെ അടുത്ത് പോയിക്കോട്ടെ. ജീസസ് പ്ലസ് മീ, ജസ്മി, സിസ്റ്റർ ജസ്മിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മാം. ഒരുപക്ഷെ ആ തരത്തിലൊരു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ ജസ്മിയുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല. കാരണം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് തന്നെയാണ് സഭയിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അറിയപ്പെട്ടതും അങ്ങനെയാണ് ആഗ്രഹിച്ചതും. പക്ഷേ ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആ ക്രിസ്തു മതത്തിൻ്റെ സഭയ്ക്കുള്ളിലുള്ള ക്രിസ്തു ശരിക്കും ആ അർത്ഥത്തിൽ മനസ്സിലുണ്ടോ? ഇല്ല. ഞാൻ ഒരുപാട് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ ഞാൻ വളർന്നു. ഞാനതൊരു ഷോക്കോട് കൂടിയൊക്കെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ക്രിസ്തു ദൈവമല്ല, ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം മാസ് ചൊല്ലാറില്ല, സഭ അങ്ങനെ അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റിയിട്ട് അനുകരിക്കാതെ ആരാധിക്കുന്ന വിധത്തിലായി. അനുകരിക്കുകയാണ് വേണ്ടത്. അതൊരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ആദർശം നമുക്ക് സ്വീകരിക്കാം. എനിക്കത് അന്ന് ഷോക്കായിരുന്നു. ഫാദർ ജെയിംസ് ഗുരുദാസ് CMI സ്നേഹവാണി എന്ന് പറഞ്ഞൊരു അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ബിഷപ്പും അദ്ദേഹം CMI സഭയിലെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനും ശിക്ഷിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞ വരി അത് അവർക്കൊക്കെ അറിയാം ഈ സത്യം. ആ അച്ഛൻ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ്. അവർക്ക് ബാക്കി പ്രൊവിൻഷ്യലിനും ബിഷപ്പിനും ഒക്കെ അറിയാം ഈശോ നല്ലൊരു മനുഷ്യനാണെന്ന്. ഇത് ഞങ്ങൾ ഒരു ദൈവമാക്കിയൊക്കെ മാറ്റിയിട്ട് മനുഷ്യരെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഞങ്ങളൊരു ഹോളി മാസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ആളുകളെ കിട്ടാനായിട്ട്. അതൊരു വൈദികനെ മാത്രമല്ലേ അർപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണല്ലോ ഇവർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒരു വൈദികൻ്റെ അടുത്തേക്ക് ജനം എല്ലാ സൺഡേയും അത് കൂടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവരവിടെ എത്തും. അപ്പം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാം. പണം സമ്പാദിക്കുന്നതൊക്കെ ഒരു വശം, നേർച്ചക്കാഴ്ചകളൊക്കെ. അതല്ലാതെ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ മാസ് ചൊല്ലാറില്ല, അവർ വരുമ്പോൾ ഞാൻ ബൈബിളിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അവരെ കൊണ്ടുപോകും. അതാണ് ഞാൻ എല്ലാ ഞായറാഴ്ചയും ചെയ്യാറ് എന്ന് നേരിട്ട് പറഞ്ഞാണ്. ഞാൻ ആദ്യം കേട്ടപ്പോഴൊന്നും വിശ്വസിച്ചില്ല. നേരിട്ട് അച്ഛൻ പറഞ്ഞു. അതെനിക്ക് ഷോക്കായിരുന്നു. കാരണം ഞാൻ ഈ ദൈവമായി ഈശോയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങിയിട്ട് അങ്ങൊരു വെറും മനുഷ്യനാണെങ്കിൽ, മരിച്ചുപോയൊരു മനുഷ്യനാണെങ്കിൽ എൻ്റെ അടിത്തറ ഇളകുന്നത് പോലെ എനിക്കന്ന് തോന്നി. പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് അവസാനം ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് പ്രേം നസീറിൻ്റെ ഭാഷയിലാണ് ഈശോ അന്ന് എന്നോട് സംസാരിച്ചത്. എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അങ്ങനെ പറയുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത് വരുമ്പോൾ വളരെ മാനം ഉയരുകയാണ്. കാരണം ഈശോ മനുഷ്യനായാൽ പോലും ഒരു ശക്തി എല്ലാവരും ഗുരുവായൂരപ്പ, കൃഷ്ണ അല്ലെങ്കിൽ നബി, അള്ളാ എന്നൊക്കെ വിളിക്കുന്ന അതേ ശക്തിയുടെ ഞാൻ വിളിക്കുന്ന പേര് ഈശോ. അത് ഞാൻ ശീലിച്ചു. അപ്പം ഞാനിപ്പോൾ ജീസസ് എന്ന് പറഞ്ഞാലും വെറും ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അത് മാത്രമല്ല ഞാൻ കാണുന്നത്, ആ ശക്തിക്ക് ഞാൻ വിളിച്ച് ശീലിച്ച പേര് ജീസസ് എന്നാണ്.
അതുകൊണ്ട് ഇപ്പോഴും ജീസസ് ആൻഡ് മീ അത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു. പക്ഷേ അതിലെനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാ ദൈവങ്ങളും അടങ്ങുന്ന ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേര് ജീസസ്. അതാണ് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത്. ജസ്മി എന്ന വിളിയിൽ സിസ്റ്ററും കൂടെ ഉണ്ട്. ഓ. അപ്പോൾ സിസ്റ്റർ ജസ്മി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സഭ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് നമ്മളത് തുടർന്നു. അപ്പം മേമി എന്ന് പറയുന്ന നല്ല പേരുണ്ടായിരുന്നു. ആ പേര് വേണമെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊരു തുടർച്ചയായിട്ട് കാണുന്നു. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തുടർന്ന സിസ്റ്റർ ജസ്മിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ സിസ്റ്റർ ജസ്മി പറയുന്ന ആത്മീയത സിസ്റ്റർ ജസ്മിയുടെ അടുത്ത് നിന്നേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആത്മീയത മൂന്നാം പാത എന്ന് പറയുന്ന ആത്മീയതയുടെ ലെവലാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കുറേ ഇത്തരത്തിലുള്ള സിംബലുകൾ, ബിംബങ്ങൾ, മതം ഉപയോഗിക്കുന്ന ബിംബങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു റിഗ്രറ്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ മൂന്നാം പാത എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥ എന്താണ് ജസ്മിയുടെ മനസ്സിൽ? ഞാൻ സിസ്റ്റർ എന്നുള്ളത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. എൻ്റെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കിട്ടിയത്, ഞാൻ പ്രിൻസിപ്പളായി ഇരുന്ന് അപ്പോഴേ അപ്ലൈ ചെയ്തെങ്കിലും 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് സാങ്ഷനായി വന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന 6 മാസം മുൻപ് എൻ്റെ പേര് സിസ്റ്റർ ജസ്മി എന്നായി. അത് ഈവൻ ഗസറ്റിൽ മിസ്റ്റർ, മിസ്, മിസ്സിസ് എന്നൊന്നും ഗസറ്റിൽ എഴുതില്ല. പക്ഷെ അതിൽ എഴുതിയിരുന്നു SRJESME എന്ന സ്പെല്ലിംഗ് പോലും തെറ്റാതെ. അങ്ങനെയാണ് ഇനി മുതൽ ഞാൻ ഉപയോഗിക്കുക. ആൻഡ് വിൽ സൈൻ അക്കോർഡിംഗ്ലി. അപ്പോൾ അതായതിനു ശേഷം 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. ഇറങ്ങിയ ഉടനെ എനിക്ക് പിന്നെ ആ പേരല്ലാതെ വേറെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്കും ഒരുപാട് സിസ്റ്റേഴ്സിനും ഇഷ്ടമുള്ള, എൻ്റെ ടീച്ചേഴ്സും സഹപ്രവർത്തകർക്കൊക്കെ ഇഷ്ടമുള്ള പേരാണ് മേമി. ഒരു വാത്സല്യ പേരാണ്. അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെയായി. അതിലൊരു ചെറിയ സങ്കടം തോന്നി. എൻ്റെ അമ്മയൊക്കെ വിളിച്ചിരുന്ന ചെറുപ്പത്തിലെ, ഞാൻ അതുവരെ സൈൻ ചെയ്ത ഇത്രയും വർഷം, 28 വർഷം പഠിപ്പിച്ചതിൽ 27 വർഷത്തോളം സൈൻ ചെയ്ത സി മേമി റാഫേ എന്നുള്ള ആ മേമി നഷ്ടപ്പെട്ടതിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. ഞാൻ ഇറങ്ങി ഉടനെ ഇനി എനിക്ക് ആ ഗസറ്റ് പബ്ലിക്കേഷൻ 2.5 കൊല്ലം കഴിഞ്ഞ് കിട്ടിയതാണ്. ഇനി കൊടുത്താലും കുറേ കാലം പിടിക്കും. ഞാൻ ഏത് പേരിൽ അറിയപ്പെടണം? ഞാൻ ആ ഇറങ്ങുന്ന സമയത്ത് സിസ്റ്റർ ജസ്മി എന്ന പേരിൽ അറിയപ്പെടണം. അതാണ് ഞാൻ ജീസസിനോട് തന്നെ ചോദിച്ചത്. ഇത്ര കാലം ആ പേര് മാറ്റാതെ ഈ അവസാന 6 മാസത്തിൽ അത് മാറ്റിയത് കൊണ്ട് എനിക്കിനി ആ പേരിലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തോ ഒരു ജീസസിന് ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ജസ് എന്നുള്ളത് ജീസസ് ആണ്, മീ മേമിയുടെ മീയാണ്. ഈശോ മുന്നിൽ നിന്ന്, ഞാൻ തൊട്ട് പുറകിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ശക്തി മുന്നിൽ വേണം. അപ്പോൾ ആ പേര് എന്നെടുത്തോ അതേ അന്വർത്ഥത്തിൽ തന്നെ ഇറങ്ങുമ്പോഴും എനിക്ക് ആ ശക്തി വേണമെന്നുള്ളത് കൊണ്ടല്ലേ 6 മാസം മുൻപ് അതൊരു ആ നേരത്തെ പേര് സാങ്ഷനായി വന്നത്. അതിലൊരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ആദ്യം ഉൾവിളി കിട്ടിയിട്ടാണ് അമ്മയോട് പറയുമ്പോൾ തന്നെ അമ്മ പറയുന്നത് കൂട്ടത്തിലുള്ള എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷെ സിസ്റ്ററുടെ ഉള്ളിൽ ആ ഉൾവിളി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആമേൻ എഴുതുന്ന സമയത്തും ആ ഉൾവിളിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറേ മാറിയ സാഹചര്യത്തിൽ ജീസസ് പോലും അതേ അർത്ഥത്തിലല്ല മനസ്സിൽ നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഇന്ന് ആ ഉൾവിളിയെ ഇന്ന് വളർന്നു നിൽക്കുന്ന സിസ്റ്റർ ജസ്മി അല്ലെങ്കിൽ ജസ്മി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അന്നുണ്ടായ അനുഭവത്തെ? ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലും അടുത്ത ഉൾവിളിയിലാണ്. അതായത് ജീസസിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നേ. അപ്പോഴാണ് എത്ര വർഷമായി എന്ന് ചോദിക്കുന്നതും അതൊരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 28 എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഉൾവിളി കിട്ടിയത് തുടങ്ങിയുള്ള വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് 33 വന്ന് നിന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ജീസസിൻ്റെ തിരുവയസ്സ് 33 വർഷമാണ് ഈ ലോകത്ത് ജീവിച്ചത്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ആ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീസസിനെ. അപ്പോൾ ആ 33 വയസ്സ് നീ ജീവിച്ചു, ഇത് നിൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായ സഹനങ്ങളൊക്കെ സഹനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ മരണാനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നീ മരിക്കുകയാണ്. ഇനി ഈ ജീവിതമല്ല നിനക്ക് വേണ്ടത്. 34-ാം വയസ്സിൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. എനിക്ക് ഇറങ്ങാനൊന്നും പാകപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് ഈശോയെ, ഈ യൂണിഫോം മാറ്റിയിട്ട് വേറൊരു വസ്ത്രം ഇട്ടിട്ട് പുറത്തിറങ്ങുക, എൻ്റെ കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുക, അടുത്ത ജന്മത്തിലും കന്യാസ്ത്രീ ആവുമെന്ന് പറഞ്ഞ് വനിതാ മാഗസിനിലെ അവസാനത്തെ വരിയായി ഇൻ്റർവ്യൂവിൻ്റെ വരി എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഞാനിങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ 34-ാം വർഷം കാണാൻ പാടില്ല. അതിനാണ് ശക്തി നേടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. ഉൾവിളി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ജീസസ് എന്നുള്ളത് മനുഷ്യനാകാം, പക്ഷെ ഒരു ശക്തിയുടെ പേര്, ഒരു ശക്തിയായി ആ ശക്തിയാണ് ആ മനുഷ്യനെ നല്ല മനുഷ്യനാക്കിയത്.
അപ്പോൾ ആ ശക്തിയുടെ പേര് തുടരുന്നുണ്ട്. ജീസസ് എന്നുള്ള പേരിലാണ് ഞാൻ ആ ശക്തിയെ വിളിക്കുന്നത്. ഞാൻ ഗുരുവായൂരപ്പ എന്നല്ല വിളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ പേരുകളിലല്ല വിളിക്കുന്നത്, ജീസസ് എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ ആ ജസ്മിക്ക് ഇപ്പോഴും സാങ്കത്യമുണ്ട്. ആ മാറ്റം വന്നാലും അതിൽ ആ ശക്തിയുടെ അവതാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നന്മ കൊടുത്ത ഒരു മനുഷ്യൻ, നന്മ ചെയ്ത് കടന്നുപോയ ആ മനുഷ്യൻ, അത് മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേരായി മാറി, ശീലിച്ച പേരായി മാറി ജീസസ് എന്നുള്ളത്. അപ്പോൾ ആ ഉൾവിളി ഇപ്പോഴും തുടരുന്നു. ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുൻപും ഈശോയോട് പറഞ്ഞു, എനിക്ക് തമ്പ് ഇംപ്രഷനൊക്കെ തന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഓരോ നിമിഷത്തിലും നമ്മൾ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആ ഒരു ശക്തിയോട്, ആ പേരിൽ ഞാൻ വിളിച്ച് ശീലിച്ച എല്ലാവരും ശക്തിയായി കാണുന്ന ദൈവത്തിൻ്റെ എൻ്റെ പേര് വിളി ജീസസ് എന്നാണ് എന്നുള്ളതാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ചാഞ്ചല്യങ്ങളൊന്നും വന്നിട്ടില്ല, റിഗ്രറ്റ് വന്നിട്ടില്ല, ഈ കഴിഞ്ഞ വഴികളൊക്കെ തെറ്റിപ്പോയോ അങ്ങനെ ഒരു ചിന്തയില്ല. വളർച്ചയാണത്, ഒരു സ്റ്റെപ്പ് ഇന്നൊരു സ്റ്റെപ്പ്. ഞാൻ സെയിൻറ്റ് ജോണിൻ്റെ ഗോസ്പലിലെ ജീസസിൻ്റെ വളർച്ച പറയുന്നുണ്ട്. ജീസസിന് പോലും ആത്മീയതയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും അത് ശരിയായി വരുന്നു. അതായത് ആദ്യം ആൾ പറഞ്ഞത് ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പം അത് ദ്വൈതമാണ്, കൂടെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആൾ പറഞ്ഞത് ദൈവം എൻ്റെ ഉള്ളിലാണെന്ന്, അപ്പോഴും ദ്വൈതമുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആൾ പറയുന്നത് ഞാനും ദൈവവും ഒന്നാണ്, അപ്പോഴാണ് അദ്വൈതാവുന്നത്. അപ്പോൾ ആളുടെ സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഈ സ്റ്റെപ്പ് വളർച്ചയുണ്ടെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റിയിലും ഈ വളർച്ച വരികയാണ്. ഭയങ്കര ബുദ്ധിപരമായ ആൻസറാണ്. ഈ ജസ്മിയെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും 2009 ഈ മംഗള എക്സ്പ്രസ്സിലിരുന്ന് എഴുതിയ, ഇല്ലെങ്കിൽ എഴുതാൻ തീരുമാനിച്ച ഈ പുസ്തകമാണ്. അമല കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ജസ്മിയെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിലെ തുടർന്നാണ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാനും ഒരു സ്ത്രീ, വീണ്ടും ആമേൻ, ഇപ്പോൾ ഒടുവിൽ കേരള സ്റ്റോറികൾ, ഇതൊക്കെ ഇറങ്ങുമ്പോഴും 9ഓളം പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. ഇപ്പോൾ 27ാം പതിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആമേൻ വായിക്കപ്പെടുന്നത് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷവും പലരും, ഇപ്പോൾ ഷിബു അച്ഛൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വിപ്ലവം, ഒരു തുടർന്ന ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ആമേൻ ഉണ്ടാക്കി. ഈ ആമേൻ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മംഗള എക്സ്പ്രസ്സിലെ ആ വരവുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഇന്നും ജസ്മിയുടെ പുസ്തകം മറിക്കുമ്പോൾ തന്നെ മംഗള എക്സ്പ്രസ്സിൽ അന്ന് പേടിച്ചിരിക്കുന്ന സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അന്ന് പേടിച്ചിരിക്കുന്ന ഒരു ജസ്മിയുണ്ട്. കാരണം അന്നത്തെ കോൺഫ്ലിക്റ്റ് വളരെ വലുതാണ്. അന്നത്തെ ജസ്മി എവിടെയെങ്കിലും പോയിട്ട് ആ കോൺഫ്ലിക്റ്റിൻ്റെ നിമിഷങ്ങളെ റീകളക്ട് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ഓർക്കാറുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഭയം പിന്നീട് വന്നിട്ടില്ല. അന്ന് അതൊരു ഭയങ്കര ഒരു കാലഘട്ടം. മരണാനുഭവം എന്ന് ജീസസ് പറഞ്ഞ സത്യമാണ്. ആ അനുഭവം ഇനിയും എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ, എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ഒരു മരണാനുഭവമായിരുന്നു. ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുകയാണല്ലോ. അപ്പം ആ മരണാനുഭവം ആലോചിക്കുമ്പോൾ ഭയം തോന്നാറുണ്ട് ഇപ്പോഴും. പക്ഷെ ആ ഭയം എനിക്ക് പിന്നീട് വന്നിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജീസസ് ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ഇറങ്ങി. ഞാൻ അദ്ദേഹത്തെയാണ് കുറ്റപ്പെടുത്തുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ കൈപിടിച്ചിറക്കിയതാണ്, മര്യാദയ്ക്ക് എന്നെ നോക്കിക്കോ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു തന്നോ എന്ന് ആജ്ഞാപിക്കുകയും പിണങ്ങുകയും ആവശ്യപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു തോത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഭക്തി എന്നൊക്കെ പറയുന്നത്, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡയലോഗാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവരെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് സൗഹൃദ സംഭാഷണം, അതാണ് പ്രാർത്ഥന. അല്ലാതെ എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കുറേ ലിറ്റനി പോലെ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന അല്ല പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു സംഭാഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊന്ത ചൊല്ലാറില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല, ബൈബിള് പോലും അങ്ങനെ അത്യാവശ്യം വന്നെങ്കിൽ മാത്രം വല്ലൊരു സംശയം ചോദിക്കുമ്പോൾ മാത്രമേ വായിക്കാറുള്ളൂ. നിജമായി ഞാൻ വായിക്കാറില്ല. കാരണം പല പ്രാവശ്യം വായിച്ചിട്ട് അത് ഉള്ളിലിങ്ങനെ ദഹിച്ച് കിടക്കുന്നുണ്ട്. റിക്കളക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ആണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ 24 hours പ്രാർത്ഥനയിലാണ്. കാരണം ഈ സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എപ്പോഴും ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാലൊരു തമാശയാകുമെന്നറിയില്ല, ഇപ്പം ഞാൻ ആ ജീസസിൻ്റെ പടം, എനിക്ക് പടമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു പടം അവിടെ ഒട്ടിച്ച് വെച്ചത് ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതുമ്പോൾ ഞാൻ ഉമ്മ കൊടുക്കലാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. അമ്മ വരുന്നു, അമ്മയെ നോക്കാനതിന് മുൻപ് 3 ഉമ്മ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം അമ്മ വീണു, എണീപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ 3+3 6 ഉമ്മ അമ്മയുടെ പേരിൽ കൊടുക്കുന്നുണ്ട്.
ഓരോ ആവശ്യത്തിനും ഒരു ഡ്യൂമോൾ എന്ന് പറഞ്ഞൊരു ഇച്ചിരി പ്രയാസത്തിലൂടെ കടന്നു പോവാണ് അനിയത്തിൻ്റെ മോള്. അപ്പോൾ അവൾക്ക് വേണ്ടി ആദ്യം 10 ഉമ്മയാണ് കൊടുത്തിരുന്നത്. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ല ഉമ്മ, വേഗം വേഗം കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഇതൊക്കെ നിങ്ങൾക്ക് ചാബല്യമായിട്ടോ ചപലതയായിട്ടോ, കാരണം ഉമ്മ കൊടുക്കാത്ത ആളാണ് ഞാൻ. ഒരു ഉണ്ണിയെ കൊണ്ടുവന്നാൽ വരെ ഞങ്ങൾക്ക് തൊടലടക്കമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഉമ്മ കൊടുക്കാറില്ല. അമ്മ ചിലപ്പോൾ ചേച്ചീനെ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ ഒരു ഉമ്മ കൊടുക്കടി എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയല്ല. പക്ഷെ ഇപ്പോൾ നല്ല സൂത്രപ്പണിയാണ് ഈശോയെ പാട്ടിലാക്കാൻ. ഞാൻ ഈ പറയുന്നത് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാലും അതൊരു ശക്തിയുടെ ഭാഗമാണ്, നല്ല മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ബന്ധം തുടരുന്നുണ്ട്. ആ സ്നേഹത്തിനപ്പുറത്തേക്കുള്ള സ്നേഹങ്ങളൊന്നും ജസ്മിക്ക് വഴങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു തരത്തിലൊരു കൗൺസിലിംഗ് മോഡിൽ പൊക്കോണ്ടിരുന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മറ്റൊരു പാതയിലൂടെ പോവാം എന്ന് വിശ്വസിക്കുമ്പോഴും നമുക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. എനിക്ക് മാതാവിനോട് ഇഷ്ടം കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും മാതാവിനെ പറ്റി പ്രസംഗം പറയണം. അവിടെ ഞങ്ങൾ പറയുമ്പോൾ കർമ്മലീത്ത മാതാവിൻ്റെ CMC സഭയിലുമാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുക, എന്താ എനിക്ക് മാതാവിനോട് ഇഷ്ടമില്ലാത്തതെന്ന്. അതിന് ഒരു കാരണമായി ഞാൻ കണ്ടെത്തിയത്, എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കപ്പുറം വേറൊരു അമ്മ എന്ന് വിളിക്കാൻ, പ്രോൺശാളമ്മേനെ അമ്മ എന്ന് വിളിക്കണം, മദറിന് പിന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഈ അമ്മ വിളികളൊക്കെ വരുമ്പോഴും എൻ്റെ അമ്മയെ മാറ്റി വെച്ച് വേറൊരു അമ്മ എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണോ എനിക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് തന്നെയും ഇപ്പോൾ കാരണമാകാം. ജീസസിനെ വിട്ടിട്ടൊരു പ്രണയം അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഒരല്പം പ്രണയം ഇപ്പോൾ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട്. അത് ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രണയിക്കുന്നത്, ജൂനിയർ ജീസസ്. ആ പ്രണയത്തിൽ പോലും ഒരു ജീസസിൻ്റെ ലുക്കും ജീസസിൻ്റെ സ്വഭാവവും ജീസസിൻ്റെ നന്മയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ജൂനിയർ ജീസസ് എന്നുള്ള ലെവലിലാണ്. അപ്പോഴും ആ ജീസസ് അവിടുന്ന് പോകണില്ല. ആഴത്തിൽ എന്തോ വേരിറങ്ങിക്കിടക്കുകയാണ്, വേരൂന്നിക്കിടക്കുകയാണ്. അപ്പോൾ അത് വിട്ടൊരു കളി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ പറയും പോകാൻ കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത ജന്മത്തിലാകാം. അങ്ങനെ ജന്മത്തെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, എന്തായാലും ഈ ജന്മത്തിൽ പറ്റും തോന്നുന്നില്ല. അത്രമാത്രം റൂട്ടഡായി. അതുകൊണ്ടാണ് ഈ സിസ്റ്റർ എന്ന് പറയുന്ന വേഷത്തിൽ സിസ്റ്റർമാരെ കാണുമ്പോൾ ഒരു താല്പര്യം കൂടുതലാണ് നമുക്ക് വരിക. കാരണം അവരോട് സംവദിച്ചിട്ടില്ല, നമുക്ക് അവരെ അറിയില്ല. അപ്പോൾ അവരെങ്ങനെയായിരിക്കും, അവരുടെ മനസ്സിൽ എന്തൊക്കെ വികാരങ്ങളായിരിക്കും പോവുക. പിന്നെ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ബോധ്യങ്ങൾക്കകത്ത് നിന്നായിരിക്കുമല്ലോ അവരും ജീവിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ആത്മീയത സൂക്ഷിക്കുക, എങ്ങനെയായിരിക്കും ഈ വിൽ പവർ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ. അപ്പോൾ ഒരു സ്നേഹം കൂടുതലോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ കൂടുതലോ ഒക്കെ തോന്നും. അങ്ങനെയൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുള്ളൊരു ഫിഗർ ആയിരുന്നു. കോളേജിൽ പിള്ളേരുടെയും ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ളൊരു ജസ്മിയാണ്. ആ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ബഹുമാനം ഉണ്ടാവുമെങ്കിലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ അത് വിട്ട് ഒക്കെ ആൾക്കാർ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ഈ ഉള്ളിൽ നിന്നല്ല പുറത്തുനിന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും, സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു തുടർച്ച ഇത് കുപ്പായത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടും ജസ്മി അങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ്. എനിക്ക് ലവ് ലെറ്റർ വരെ ഒരു അച്ഛൻ തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മിസ്ട്രസിന്റെ കയ്യിലാണ് പെട്ടത്. മിസ്ട്രസ് അത് വായിച്ച് എൻ്റെ മേത്തേക്ക് എറിഞ്ഞു. അത്തരം കഥകളൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ ബാക്കി ചാപ്പലിൻ്റെ അടുത്തൊക്കെ തട്ടിൽ താഴത്ത് ഒക്കെ ഞങ്ങളുടെ ചാപ്പലിനായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവിടെയൊക്കെ ഞാൻ ചെന്നാൽ ഞാൻ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് സംസാരിക്കുക. ഒരു മാസ്കുലിൻ ലെവലിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് പോരെ. കൊഞ്ചിലും കുഴയിലും അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. അത് അന്ന് അതിൻ്റെ അകത്തായിരുന്നു. ഇനി പുറത്ത് വന്നിട്ടായാലും ഇപ്പോൾ വിവാഹം കഴിക്കാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്ന ഒരു 2 പേരെങ്കിലും കാണും. അവർ വയസ്സായവരാണ്, സെക്കൻഡ് മാരേജ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും പ്രപ്പോസലായിട്ട് തന്നെ ഒരെണ്ണം വന്നു. എൻ്റെ ബന്ധത്തിലുള്ള ഒരാളുടെ ഭാര്യ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചതാണ്. അപ്പോൾ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് പ്രപ്പോസലായിട്ട് കൊണ്ടുവരാൻ ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്, ബന്ധത്തിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഈ സിസ്റ്റർ ജീവിതം തുടരാനാണ്, നിത്യവ്രതം ചെയ്തതാണേ. അപ്പോൾ പുറത്തിറങ്ങിയിട്ടും ആ സിസ്റ്റർ ജീവിതം ഞാൻ അടുത്ത ജന്മത്തിലും സിസ്റ്റർ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ട് റിഗ്രറ്റ് ഇല്ലാത്തത് ഞാൻ ആ കന്യാസ്ത്രീ ജീവിതം തന്നെയാണ് തുടരുന്നത്. യൂണിഫോമില്ല, ആ 4 ചുമരുമില്ല, മാക്സിമം സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. കുറച്ച് ധന സ്വാതന്ത്ര്യമുണ്ട്, കാരണം പെൻഷൻ കിട്ടുന്നത്. അതൊക്കെ ദൈവം ഒരുക്കി വെച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിൽ നിന്ന് 1 രൂപ കിട്ടിയിട്ടില്ല, മഠത്തിൽ നിന്ന് 1 രൂപ കിട്ടിയിട്ടില്ല, ഇതുവരെ ഒരു ശമ്പളവും കിട്ടിയില്ല, PF കിട്ടിയിട്ടില്ല. PF ഇറങ്ങുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു 10-15 ലക്ഷം ഉണ്ടായേനെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങാമായിരുന്നു. അപ്പം അതൊന്നുമില്ല. ഇറങ്ങുന്ന സമയത്ത് ഒരു 40,000 UGC സ്കെയിലുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ. അത് പോലും എനിക്കറിയില്ലായിരുന്നു. ഉം. ഞാൻ പിന്നീട് ചോദിച്ചറിയത്. കാര്യം ഞാനാണ് സൈൻ ചെയ്യുക. പക്ഷെ നമുക്ക് കിട്ടാത്തൊരു പൈസ നമുക്ക് എത്രയാണെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് 1 ലക്ഷം അരിയർ വരും, നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം ഞാൻ നോക്കി സംഖ്യയിലേക്ക്, അയ്യോ എൻ്റെ കുട്ടികളൊക്കെ ചുമരുമ കയറി തുടങ്ങി വിശന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പറമ്പ് വാങ്ങണം എന്നൊക്കെ തമാശ പോലെ പറഞ്ഞിരുന്നു. നോക്കാൻ പാടില്ല എന്നാണ് ശരിക്കും നിയമം. പ്രിൻസിപ്പളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ നോക്കിപ്പോയി. അപ്പം അതും ഈ 40,000 ഒന്നും അല്ല ശരിക്ക്, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അരിയറുകൾ വന്നുകൊണ്ടിരിക്കും. പേപ്പർ നോക്കണം എൻ്റെ പൈസ, അങ്ങനെ കുറേ പൈസകളൊക്കെ പക്ഷെ നമുക്ക് കിട്ടാത്തൊരു പൈസയോട് നമുക്കത് നോക്കി ഇത് എത്രയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് പറയാം. അപ്പം ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തിനും ഒരു പാരതന്ത്ര്യം ഏറ്റെടുക്കുന്നത്? വിവാഹത്തിന് അതുമുണ്ട്. ഈ വയസ്സാം കാലത്ത് ഒരാൾ വന്ന് എന്നെ കല്യാണം കഴിച്ച് അയാളെ ശുശ്രൂഷിച്ച് നോക്കലായിരിക്കും എൻ്റെ ജോലി. അല്ല, നമുക്കൊരു വിവേകവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിലെനിക്ക് സന്തോഷം കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ ഇത് നമ്മൾ വയ്യാവേലി വലിച്ചു വെക്കുന്നത്? സിസ്റ്റർ കുട്ടികളോടൊക്കെ പറയാറുള്ള 3-ാം പാതയിൽ ഈ വിവാഹം ഒഴിവാക്കുന്നതിന്റെ ഒരു ടോണുണ്ട്. അതായത് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ ഉപദേശിക്കാറുണ്ട്. അപ്പൊ ഈ 3-ാം പാതയിൽ ശരിക്കും പാത എന്ന് പറയുമ്പോഴും അത് ശരിക്കും വ്യക്തമായിട്ട് എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? ആദ്യം ഞാൻ വിമലയിലൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾ വന്ന് പറയും, ഞങ്ങൾക്കൊന്ന് ഒരു ഡിഗ്രി കിട്ടി, ഒരു ജോലി കിട്ടണം, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനോ ആഗ്രഹമില്ല. കാത്തലിക്സാണ് മെയിനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുക, കന്യാസ്ത്രീ ആവാനോ ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ പറയും, മോളെ അങ്ങനത്തെ ഒരു ജീവിതം ഭയങ്കര ദുസ്സഹമാണ്. കാരണം ഞങ്ങളുടെ ചില അറ്റൻഡേഴ്സൊക്കെ അവർക്ക് പൈസയില്ലാതെയും രോഗം മൂലവും വീട്ടിലെ ബുദ്ധിമുട്ട് മൂലവും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന 1-2 പേരുണ്ട്. അവരൊക്കെ നിരാശയുടെ കീഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, മക്കളെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, വല്ലാത്തൊരു ജീവിതമാണത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ 52-ാം വയസ്സിൽ 52-ാം വയസ്സിൽ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറിയിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്ന് എനിക്ക് പറ്റില്ല, അന്ന് കന്യാസ്ത്രീ ആകാതെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എവിടെയെങ്കിലും പിടിച്ച് കെട്ടിക്കും, എന്തെങ്കിലും നടത്തിപ്പോയില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എത്രയോ പേർക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. അതിനുള്ള ഒരു സെറ്റപ്പും ആ ഒരു സെഞ്ച്വറിയിലേക്ക് നമ്മളെത്തി. അതുകൊണ്ട് ഞാൻ പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിച്ചോളൂ, നല്ലതാണ്. സിസ്റ്റേഴ്സോ അച്ഛനോ ഒക്കെ ആകാൻ, അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഹിന്ദു സന്യാസവും ഒക്കെ ഉണ്ടല്ലോ, തിരഞ്ഞെടുക്കേണ്ടവർക്ക് അതും തിരഞ്ഞെടുക്കാം. ഇത് രണ്ടും ആഗ്രഹമില്ലാത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാനത് പ്രഖ്യാപിക്കുകയാണ്. മറ്റു പലരും അങ്ങനെ ജീവിക്കുന്നുണ്ടാകാം, പക്ഷെ ഞാനിത് ഡിക്ലെയർ ചെയ്യാണ്. ഈ 3-ാം പാത, ദ തേർഡ് വേ ഓഫ് ലൈഫ്, ഇത് നിങ്ങൾക്ക് ഒരു പാതയായിട്ട് തന്നെ, ഒരു വൊക്കേഷനായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. അതിന് നിങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് ധൈര്യമാണ്. ഒറ്റയ്ക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്തും നേരിടേണ്ടത് ഒറ്റയ്ക്കാണ്. ആ ധൈര്യം ഉള്ളവരേ ഇതിന് വന്നിട്ട് കാര്യമുള്ളൂ, അല്ലാത്തൊരു വന്നാൽ ഫ്ലോപ്പായിരിക്കും. 2, നിങ്ങൾക്ക് അല്പം ഫൈനാൻസ് വേണം. ഒന്നുകിൽ ഒരു ബിസിനസ് ലെവലിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിലോ ശമ്പളമോ, എന്നെപ്പോലെ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുടുംബസ്വത്ത് അത് കിട്ടിയ ഒരു കയ്യിൽ അത് കുറച്ചുണ്ടെങ്കിൽ അത് ഒരു വരുമാനം, ബേസിക് ഫൈനാൻസ് അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞ 3-ാമത് വേണ്ടത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്, അതും കൂടി വേണം. നിങ്ങൾക്ക് പറ്റാവുന്ന നന്മ, ഒരാളുടെ അനുവാദവും ചോദിക്കേണ്ട. മഠങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ധർമ്മക്കാരന് 10 രൂപ പോലും കൊടുക്കാൻ അനുവാദമില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവരെക്കാൾ ദരിദ്രരാണ് നമ്മൾ. അപ്പോൾ പിന്നെ നിങ്ങളാരാ അവർക്ക് കൊടുക്കാനായിട്ടെന്ന്. മദർ തെരേസ അരി കൊണ്ട് കൊടുത്തപ്പോൾ ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് പോയിട്ട് പകുതി അരി അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നവർക്ക് കൊണ്ടുകൊടുത്തു. ദരിദ്രർ പോലും അങ്ങനെ ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ മഠങ്ങളിൽ പറയുന്നത് നമ്മൾ അവരെക്കാൾ ദരിദ്രരാണ്, കൊടുക്കരുത്, ഒന്നും കൊടുക്കില്ല ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ജീവിതമല്ല ഞാൻ തേർഡ് വേ ഓഫ് ലൈഫിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി സന്യാസം മാറ്റേണ്ട കാലമായി. അതായത് പണ്ട് ഏകാന്ത സന്യാസമായിരുന്നു, പിന്നീട് അത് സംഘാത സന്യാസമാക്കി മാറ്റിയത് സെയിൻറ്റ് ആൻ്റണിയാണ് ഓഫ് പാദുവ. അദ്ദേഹം ഇത് ഒന്നിപ്പിച്ചത്. ഇപ്പോൾ അതൊരു സ്ട്രക്ചറായി മാറിയിട്ട് ഇപ്പോൾ ഡീക്കേയിങ് സ്ട്രക്ചറായിട്ട് മാറുകയാണ്. ഇനി ആ സ്ട്രക്ചർ തല്ലിപ്പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ ഉള്ളവരെ ഇനി ഏകാന്ത സന്യാസത്തിലേക്ക് തുടങ്ങുക, പഴയ ഒരു ചൈതന്യത്തിലേക്ക്. ഏകാന്ത സന്യാസം ഏകദേശം അതുപോലെ ഇരിക്കും ഈ 3-ാം പാത. ഞാൻ ആ സന്യാസത്തിൻ്റെ അഴുക്കൊക്കെ മാറ്റിയിട്ട് ഏകാന്ത സന്യാസം പോലെയാണ് 3-ാം പാത. ഈ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനുള്ളിൽ നിന്നിട്ട് ഈ സന്യസിക്കുന്നതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നേരിടുന്നത് എന്നാണോ? അതെ, അതുകൊണ്ട് വിവാഹവും
ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതും അടുത്ത നിമിഷം വിവാഹമോചനത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും വിവാഹങ്ങളും വിവാഹമോചനങ്ങളാണ് വിവാഹബന്ധങ്ങളെക്കാൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് സംഗതികളൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഫിലോസഫിക്കൽ അല്ലാതെ ഇപ്പോൾ മൂന്നാം പാത എന്ന് മാം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി. ഇതിന്റെ പിന്നിൽ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടാവും, മാമിന്റെ വർത്താനം കേൾക്കുന്നവരൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടാവും. അല്ലാതെ ഇതിനെ ഒരു സംഘടിത രൂപം ആക്കാൻ പാടില്ല എന്ന് മാമിന് തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ ഏത് തരത്തിലായിരിക്കും ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിന് ആശങ്കയൊന്നുമില്ല. അവരവരുടെ രീതിയിൽ ഉൾക്കൊണ്ടോട്ടെ എന്നാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി അവരവര് ഇതിന് ടൈം ടേബിൾ. ഞാനൊരു ആമേൻ ഫോർ വിമൻ തുടങ്ങാൻ അന്തിക്കാട് ഒരു 12 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. സ്ത്രീകൾക്ക് 3 മാസമെങ്കിലും മാറി താമസിക്കാൻ. അമ്മായിമ്മ വന്ന് 3 മാസം താമസിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്മായിമ്മ പുതിയ അമ്മായിമ്മയായിരിക്കും, ഫ്രഷ് ആയിരിക്കും. അത് കഴിഞ്ഞ് മരുമോള് വന്നോട്ടെ, മരുമോൾ ഒരു 3 മാസം ഇവിടെ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഫ്രഷ് മരുമോളായിരിക്കും. ഓരോരുത്തരും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അത്താണി സ്ഥലമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് ഒരാഴ്ച നിൽക്കാൻ പറ്റുമോ? ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു 3 മണിക്കൂർ കൂടുതൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് പറ്റുന്നുണ്ട്. ഒരു പൂരപ്പറമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പൊങ്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ എന്നും വന്നിരിക്കുന്ന അപ്പാപ്പന്മാർ ഉണ്ട്. ഒരു അമ്മാമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അവരിരുന്ന് പോണ ആളുകളെയൊക്കെ കണ്ട് ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഒരു സ്ത്രീ എവിടെ പോയി നിൽക്കണം? അവൾ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ തന്നെ പോയാലും അവിടെ ഒരു ഭർത്താവ് ഉണ്ട്, പ്രശ്നം. ആ പ്രശ്നം ആരംഭിക്കും. അപ്പം അത് ഒരിടത്തും അവൾക്ക് പോയി അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ? എവിടെയാ നിന്റെ കെട്ടിയോനില്ലാണ്ട് വന്നിരിക്കുകയാണ്, എത്ര നാളായി പോവാണ്ട് നിൽക്കണേ എന്നുള്ള ചോദ്യം വരില്ലേ? കെട്ടിയോനും കുട്ടികളും ഇല്ലാണ്ട് അവൾക്ക് പോയി നിൽക്കാൻ പറ്റുമോ? ആ ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടാൻ ഞാൻ ഇപ്പോൾ അതിനാണ് ഞാനത് ആമേൻ ഫോർ വിമൻ തുടങ്ങാൻ വെച്ചത്. പറ്റിയില്ല. എന്നോട് സോഷ്യൽ സർവീസ് ചെയ്യരുതെന്നാണ് ഈ ശക്തി, ഞാൻ ജീസസിന് വിളിക്കുന്ന ശക്തി പലപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംഘടിത ചാരിറ്റി ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരണപത്രം എഴുതിയിട്ട് സൊലസിലേക്ക് ഇതൊക്കെ കൊടുത്തത്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മരണശേഷം ആ ചെയ്യുന്നവർക്ക്, വൃത്തിയായി ചെയ്യുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടുള്ള ഒരു എഴുത്തും എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടുള്ള സംസാരം തുടങ്ങുന്നത് ആമേനിലൂടെയാണ്. അത് എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഈ സ്വവർഗരതിയെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ വരുന്നത് ഈ സിസ്റ്റേഴ്സ് ഒക്കെ സമീപിക്കുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റർ എന്നെ ചുണ്ടിൽ നിർബന്ധിച്ച് ഉമ്മ വയ്ക്കുകയും ഇല്ലെങ്കിൽ അങ്ങനെ കിടക്കയൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയത്തും ഒക്കെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് കയറുന്നതിനെ കുറിച്ചുള്ളൊരു വിമുഖത മാത്രമായിരുന്നില്ല. ഒരു സ്വവർഗരതിയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ അത് മോശമായിട്ടോ ഒരു കാര്യമായിട്ട് കരുതിയിരുന്നു. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അന്ന് ഒരുപക്ഷെ ഉണ്ടായ ഒരു അവേർഷൻ, തോന്നിയ ഒരു അവജ്ഞയോ പുച്ഛോ ഇല്ലെങ്കിൽ വെറുപ്പോ ഒക്കെ ഇന്നായിരുന്നെങ്കിൽ അവരങ്ങനെ അല്ലാതെ ആ സിസ്റ്റർ മനസ്സിലാക്കുമായിരുന്നില്ലേ? സിസ്റ്റർ ഞാൻ പറയുന്നത് അന്നും ആ സിസ്റ്ററിനോട് താല്പര്യമുള്ള സ്വവർഗരതി താല്പര്യമുള്ള സിസ്റ്ററുടെ അടുത്ത് പോയിക്കോട്ടെ. ഇവിടെ നിർബന്ധിച്ചിട്ട് അത് ആഗ്രഹിക്കാത്ത ആളുടെ മേലേക്ക് വരുന്നത് മാത്രമേ എനിക്ക് വിഷമമുണ്ടായുള്ളൂ. ഒന്നാമത് പാപമാണെന്നാണ് അവിടുത്തെ ധാരണ. പക്ഷേ ഈ സിസ്റ്റർ വേറെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും പോയിട്ടുണ്ട്. ഞാനും അവസാനത്തെ ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ അല്ല, എനിക്ക് ശേഷവും ഒരു സിസ്റ്റർ അടുത്ത് പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടുന്നവർ ഒക്കെ ഉപയോഗിക്കുന്ന അവർക്ക് വിരോധമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അവരത് വഴങ്ങിക്കൊടുത്തതും ഇതുപോലെ കുറ്റബോധത്തോടെ പറയാതിരുന്നതും. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും ലിബറലായിട്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്തരം ഇഷ്ടങ്ങളുള്ളവർ തമ്മിൽ ഇണങ്ങിക്കോട്ടെ. എനിക്ക് സെൻറ്റ് മേരീസ് കോളേജിലൊരു പെൺകുട്ടി ഇതുപോലെ എല്ലാവരും കയറി പിടിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സ്വവർഗരീതി ആ മോഹമുള്ള. എന്നിട്ട് ആ കുട്ടികളൊക്കെ വഴങ്ങിക്കൊടുത്തതിന് ശേഷം ഇവൾക്കെതിരെ കുറ്റം പറഞ്ഞു നടക്കും. ഇവൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ വർഷം വേറെ സിസ്റ്ററിൻ്റെ അടുത്താണ് പോയി, 2ാം വർഷം എൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ അവളോട് പറഞ്ഞത്, നീ എന്തിനാ അവരെ കയറി പിടിക്കാൻ പോണത്? അവർ സന്തോഷിക്കുന്നവരും ഉണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, എന്നിട്ടും നിന്നെ കുറ്റം പറയുന്നു. അപ്പോൾ നീ താല്പര്യമില്ല എന്നുള്ളവരുടെ അടുത്തേക്ക് പോകണ്ട. എന്തിനാണ് ആ കുട്ടിയെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ട് കുറ്റപ്പേര് നിനക്കല്ലേ കിട്ടുന്നത്, ചീത്തപ്പേര് എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം ആ കുട്ടി വേറെ എന്തോ വനിതയിലൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇത്രേ ഇങ്ങനെ ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ, എന്നെ ഫോൺ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി മാരി ചെയ്തു, ഭർത്താവിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് അനുവദിച്ചിട്ട് അവൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അത് നമുക്കൊന്നും കുറ്റം പറയണ്ട. അവർ രണ്ടുപേരും പരസ്പരം 18 വയസ്സിന് ശേഷം പരസ്പരം ലൈംഗിക ബന്ധമോ ഏത് ബന്ധത്തിലോ ഏർപ്പെടുന്നതിന് അനുവാദമുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനല്ലേ നമുക്കുള്ളത്. അപ്പോൾ അവിടെ പാപമില്ല. ഈ സ്വവർഗരതി അനുവദിച്ച കാലഘട്ടത്തിൽ
കുറച്ച് നിയമപരമായി വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആശ്രമവാതിൽ തുറക്കട്ടെ, ഈ ആഗ്രഹമുള്ളവരൊക്കെ ഇനി പുറത്തു പോയാൽ ഇവിടെ അകത്ത് ഇത് പാപമാണ്, നിയമവിരുദ്ധമാണെന്ന് പോലെ നിൽക്കുന്നു. അവിടെ പോയാൽ നിയമവിരുദ്ധമല്ലല്ലോ, പിന്നെ പുറത്ത് പാപം ആണെന്നുള്ളത് ചിന്ത വേണ്ടല്ലോ, ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ആശ്രമവാതിലുകൾ തുറക്കട്ടെ എന്ന് പറഞ്ഞ ചെറിയ ആർട്ടിക്കിൾ പോലെ ഞാൻ എഴുതിയിരുന്നു, പബ്ലിഷ്ഡ് ആയിട്ടും വന്നിട്ടുണ്ട്. അന്ന് അത് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു, സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. സിസ്റ്റർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യം. ഈ പലപ്പോഴും വഴങ്ങേണ്ടി വരുമ്പോഴും ഈ പറയുന്ന സിസ്റ്ററുടെ മനസ്സ് പെടയുന്നത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ അനുഭവപൂർവ്വം അതിനെ നോക്കിക്കാണുമ്പോൾ ആ സിസ്റ്റം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കിയതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു ആ പെൺകുട്ടിയും അല്ലെങ്കിൽ ആ സിസ്റ്ററും അനുഭവിച്ചത്. സിസ്റ്റർ ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു, മരിച്ചു എന്ന് മനസ്സിലാവും. അപ്പോൾ ആ സിസ്റ്ററും അനുഭവിച്ചത് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയല്ലേ നമ്മൾ ഇന്ന് ഒരു പുരോഗമിച്ച സമൂഹത്തിൽ വായിക്കേണ്ടത്? ഞാൻ പറയുന്നത് ആ സിസ്റ്റർ മഠത്തിൽ വരാൻ തന്നെ കാരണം സൗകര്യമുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. അങ്ങനെയും ചിന്തിച്ചൂടെ? ഈ സ്ത്രീകളെ അവർക്ക് വിവാഹം ഇഷ്ടമല്ല, അവർക്ക് സ്ത്രീ കൂട്ടമായി ജീവിക്കുന്നിടത്ത് ആരെങ്കിലുമൊക്കെ കിട്ടുന്നു അവർക്ക് അറിയാം. ശരിക്കും അവർ വളക്കൂറുള്ള മണ്ണിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അന്ന് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു 100 പേരിൽ ഒരു 5 പേരെങ്കിലും ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള പുരുഷന്മാരും ഉണ്ടാവും, സ്ത്രീകളും ഉണ്ടാവും. അതിൽ കാത്തലിക്സ് സ്ത്രീകൾ കഴിയുന്നതും മഠത്തിലേക്കാണ് വരിക. കാത്തലിക് സ്ത്രീകൾ, കാത്തലിക്സ് പുരുഷന്മാർ സെമിനാരിയിലേക്കും പോകും. കാരണം അവർക്ക് വിവാഹത്തേക്കാൾ നല്ലത് അതാണ്. അവിടെ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളത്, അത് ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ചതേ എനിക്ക് പ്രശ്നമുള്ളൂ. അത് മഠത്തിൻ്റെ സിസ്റ്റത്തിൽ അത് പാപമാണ്. പക്ഷേ അങ്ങനെ താല്പര്യമുള്ള 5% ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മഠത്തിൽ എത്തിയിട്ടുണ്ടല്ലോ, സെമിനാരികളിലും. അപ്പോൾ അവർ ഇത് ചൂസ് ചെയ്തിട്ട് വരുന്നതാണ്. അവരുടെ ഫ്രസ്ട്രേഷനേക്കാൾ അവർക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെയുള്ള ഹിന്ദു സ്ത്രീകളിൽ വിവാഹം കഴിച്ച് വിഷമിക്കുന്ന ഒരു വ്യക്തി എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കസിനാണ്. അവൾക്ക് ഇതുപോലെ ഇതാണ് സ്വർഗരതിയാണ് ഇഷ്ടം. എന്നിട്ട് പോലും അവൾ വിവാഹിതയായി, നിർബന്ധിതമായി വിവാഹിതയായി. അതിനുശേഷം ഒരു കുട്ടിയുണ്ടായി. അത് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നു, യാന്ത്രികമായി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അവളുടെ താല്പര്യം മുഴുവൻ അപ്പോഴും സ്ത്രീകളാണ്. അത് പുരുഷൻ വിഷമിക്കുന്നു. അപ്പോൾ വിവാഹം കുളമാകാണ്. ഇവിടെ വരുന്ന തമ്മിൽ ഭേദം, സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കുളമാകുന്നില്ല. അവർക്കൊക്കെ ഈ 3-ാം പാതയല്ലേ നല്ലത്. 3-ാം പാതയിൽ ഞാൻ വിവാഹമോ ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ല, ലൈംഗിക അരാജകത്വം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അങ്ങനെ വേണ്ടി വരുമ്പോൾ അവർക്ക് ഈ 3-ാം പാത മാറിയിട്ട് വിവാഹം കഴിക്കാം. പെണ്ണിനെയാണെങ്കിൽ പെണ്ണിന്, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ. ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. 3-ാം പാത എന്ന് പറയുന്നത്. സന്യാസത്തിലും പോകാൻ ആഗ്രഹമില്ല, വിവാഹം കഴിക്കാനും ആഗ്രഹമില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൻ്റെയും സന്യാസം, അതിനും ആഗ്രഹമില്ല. പക്ഷേ നമുക്ക് തന്നെ ജീവിക്കാം. അതിലൊരു ആത്മീയത, ഞാൻ കാണുന്ന ആത്മീയത മതവുമായി ബന്ധപ്പെട്ട ആത്മീയത, അല്ലെങ്കിൽ ഈശ്വരൻ ഉള്ള ആത്മീയത. അതല്ലാത്ത ജീവിതവും ഇപ്പോൾ യുക്തിവാദിയാണ്. ആത്മീയത വേണമെന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കാം, ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് നന്മ ചെയ്യാം. യുക്തിവാദികളാണ് ഏറ്റവും കൂടുതലും മനുഷ്യ നന്മ ചെയ്യുന്നവരെന്നാണ് ഞാനിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് മനുഷ്യ നന്മയ്ക്ക് എതിരല്ല അവർ മതവും ദൈവവും എന്നൊക്കെ പറയുന്നതിന് എതിരുള്ളൂ. മനുഷ്യൻ ആണ് അവരുടെ ദൈവം, അവരുടെ കോൺസെൻട്രേഷൻ. അവർ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മത വൈദികളെക്കാൾ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരെക്കാൾ ഞാൻ ഒരു യുക്തിവാദിയെ മാനിക്കുന്നു എന്ന് മൈക്കിലൂടെ പറഞ്ഞിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ഈ മതഭ്രാന്ത് കാണിച്ചിട്ട് ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കണം, പരസ്പരം വെട്ടിക്കൊല്ലുന്ന, അതിനേക്കാൾ എത്രയോ നല്ലവരാണ് യുക്തിവാദികൾ. ഒരിക്കൽ യുക്തിവാദികളുടെ അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പെരുകേണ്ട കാലഘട്ടമാണ് ഇതെന്ന്. ഞാൻ യുക്തിവാദിയല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നന്മയെങ്കിലും വരുമല്ലോ. ഈ മതം എന്ന് പറഞ്ഞു വെച്ചിട്ട് തലക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് നശിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നവർ. അവർ വേറെ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. ഈ നൂറ്റാണ്ടിലും സഭയ്ക്കുള്ളിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് പലതും നമ്മൾ നോക്കുമ്പോൾ മതത്തിൻ്റെതാണ്. മതം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നന്മ ചെയ്യാൻ കല്യാണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ കളക്റ്റീവായിട്ടുള്ള ഒരുപാടുള്ള ആൾക്കാരുള്ള സ്ഥിതിക്ക് ഒരാൾ തന്നെ ഈ പാത പിന്തുടർന്ന് ഭയങ്കരമായിട്ട് പോവേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ അച്ഛന്മാരെ കല്യാണം കഴിക്കാനൊക്കെ വിടാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ അനുഭവിച്ചത്. ഈ ഇപ്പോൾ ആമേൻ എഴുതുന്ന സമയത്ത്
നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു അച്ഛൻ്റെ അടുത്തേക്ക് ഒരു കോഴ്സിന് പോകുന്ന സമയത്ത് ഉണ്ടായ അനുഭവം തന്നെ പറയുന്നത്. അതും സിസ്റ്റർക്കും അതിനകത്തൊരു ക്യൂരിയസ് എലമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുരുഷൻ്റെ ശരീരത്തെ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ പഠനത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ സിലബസിൽ അതൊക്കെ ഇല്ലാത്തതാണോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമെന്നാണോ പിൽക്കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത്? സിലബസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ബ്രഹ്മചര്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ പടം വരച്ചൊക്കെ കാണിക്കുകയും, പിന്നെ പുരുഷൻ സന്യാസത്തിൽ പോകുമ്പോൾ ഒരാണും പെണ്ണും കൈ കോർത്തിട്ടല്ല പോകേണ്ടത് വിവാഹത്തിന് പോകുമ്പോൾ. പിന്നെ ഒരു ഘടനയൊക്കെ അതിലിപ്പം മെയിൽ ഓർഗണൊന്നും കാണിക്കില്ല, സെക്ഷൽ ഓർഗൺ പടം വരച്ച് കാണിച്ചു തരലോ ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ വീട് അങ്ങനെ ഒരു പ്രത്യേക വീടായിരുന്നു. ഒരു കൊച്ചു കുട്ടി പോലും കുളിച്ചിട്ട് വരുമ്പോൾ പോലും ഷഡ്ഡി ഇട്ടിട്ടല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പാടില്ല ബാത്റൂമിൽ. അപ്പോൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് മറ്റു വീടുകളിൽ അവർ പറയുന്നത് അവർ കൊച്ചുകുട്ടീനെ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടീനെ ഇക്കടായി നിൽക്കുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവൻ വലുതാവുമ്പോൾ അത് കാണിച്ചിട്ട് കളിയാക്കലും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ ബന്ധുവീടുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് എന്തുകൊണ്ടോ അങ്ങനെ. പിന്നെ ഞാനും അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പനൊക്കെ ആങ്ങളെയും അപ്പനും തമ്മിൽ കടിപിടി കൂടി, അപ്പൻ മദ്യപിച്ചൊക്കെ വന്നിട്ടേ അപ്പയൊക്കെ അപ്പൻ്റെ മുണ്ടൊക്കെ നീങ്ങിയിട്ട്, ഞാൻ പക്ഷെ അവിടേക്ക് നോക്കില്ല. ഞാൻ പുണ്യാളത്തിയാണ് വീട്ടിൽ. അപ്പം അമ്മയൊക്കെ പറയാ അവളൊക്കെ എപ്പോഴേ പോയി അവിടുന്ന്. അങ്ങനെയുള്ള അത് വേണ്ട, അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ല എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതിയും എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണാതെ പോയതും. അവിടെ എത്തിയപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എന്നിലെ മനുഷ്യ ജിജ്ഞാസ ഉണർന്നു. അല്ലോ കാണാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു സത്യമായിട്ടും. ഞാൻ സിൽവിയ പ്ലാത്തിൻ്റെ ഇത് ബെൽജാർ വായിച്ചപ്പോൾ ഞാൻ ഊഹിച്ചെടുത്തത്, പക്ഷെ ഞാൻ എഴുതി തെറ്റിപ്പോയി. അതിൽ അവള് ആമത്തല എന്നല്ല അവള് പറഞ്ഞത്, അത് ടോട്ടിസ് എന്നുള്ളതിന് പകരം അവള് ഒരു പക്ഷിയുണ്ട്, ആ പക്ഷിയുടെ കഴുത്താണ് അവള് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ടോട്ടിസിൻ്റെ തല എന്നാണ് വന്നത്. അപ്പോൾ അത് ആരോ ഇംഗ്ലീഷിൽ വായിച്ചവരുണ്ടാവുള്ളൂ ബെൽജാർ. ഈ സിസ്റ്റർ എന്താണാവോ ഇങ്ങനെ എഴുതിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും വായിച്ചിട്ടില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ അന്നൊക്കെ ഇത് വായിച്ചിട്ടുള്ളൂ. ആകെ ഒരു നോവലേ അവൾ എഴുതിയിട്ടുള്ളൂ. ബെൽജാർ അവളുടെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ് എഴുതിയത്. അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല, വായിച്ചറിഞ്ഞ പല മുറി അറിവുകളേ നമുക്കുള്ളൂ. അതുകൊണ്ട് ക്യൂരിയോസിറ്റി ഉണ്ടായി എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് തന്നെ എഴുതിയത്. ഞാൻ എല്ലാ വാക്കും സത്യമായി എഴുതണം നിർബന്ധമുള്ളത് കൊണ്ടാണ് അതുപോലും ഞാൻ എഴുതിയത്. ഓരോ വാക്കും ഞാൻ സത്യമാണോ എന്ന് നോക്കിയിട്ട്. അതാണ് ആമേന് ഇത്രയും സ്ട്രെങ്ത് വരാനുള്ളൊരു കാരണം. മറ്റ് രണ്ടുപേരും എഴുതിയതിൽ വ്യത്യാസം വന്നത്, ഒന്ന് ലൂസി കളപ്പുരയ്ക്കലിൻ്റെ പുസ്തകം ലൂസി അല്ല എഴുതിയത്, ഒരാളെ കൊണ്ടാണ് എഴുതിച്ചത്. അപ്പം തന്നെ അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനായി മാറി. പിന്നെ അവസാനത്തെ 3-4 അധ്യായങ്ങൾ എഴുതി ചേർത്തതാണ്. അവിടെ നടന്ന കാര്യങ്ങൾ ഒരു പേജോ 1.5 പേജോ ഒക്കെ ഓരോ അധ്യായമുള്ളൂ. അതാരോ പറഞ്ഞ് എഴുതിച്ച കുറച്ചും കൂടി കാര്യങ്ങൾ മസാല എന്ന് പറയാൻ പാടില്ലെങ്കിലും എഴുതി ചേർക്കാൻ പറഞ്ഞ് ചേർത്ത പോലെ. അപ്പം അതിനൊരു എന്തോ ഒരു യുക്തിഭദ്രത കുറവുള്ളത് പോലെ തോന്നി. അത് സ്ട്രെങ്ത് കുറയും. ഞാൻ ചോദിച്ചു സിസ്റ്റർ ലൂസിയോട്, തന്നെ എഴുതായിരുന്നില്ലേ, അവനവൻ്റെ ഭാഷയിൽ തന്നെ എഴുതാൻ. എനിക്കിന്ന് സമയം ഉണ്ടായില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. പക്ഷെ വേറൊരാൾ എഴുതുമ്പോൾ അതിന് വ്യത്യാസം വന്നു, കേട്ടെഴുത്തുകാരി വരുമ്പോൾ. മനസ്സിലായി സിസ്റ്റർ. അതിനകത്തൊരു സബ് ക്വസ്റ്റ്യനോട് ചോദിക്കാനുള്ളത്, ഈ അച്ഛൻ ഇങ്ങനെ നമ്മൾ ആത്മീയതയുടെ പാതയിൽ നിൽക്കുകയാണ്, ആ സമയത്താണ് ഈ പറയുന്ന അച്ഛനെ കാണുന്നതും ഈ അനുഭവം ഉണ്ടാവുന്നതും. അത് അച്ഛൻ 7 എടുത്ത് വരെ കാണിച്ച് പഠിപ്പിച്ചിരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരുപാട് മണിക്കൂറുകൾ അവിടെ സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു ആത്മീയ മനസ്സുണ്ട്. പക്ഷേ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വൈകാരികത അവിടെ ഉണ്ടായിരുന്നോ? അതാണോ നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ആ ജീവിയുമായിട്ട് സാത്മ്യത്തിലായി ഇങ്ങനെ പോകാനും ഒക്കെ സഹായിച്ചത്? എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. അന്ന് രാത്രിയിലത്തെ ട്രെയിനിലാണ് ഞാൻ പോകേണ്ടത്. പുലർച്ചെ വന്നു, രാത്രിയാണ് റാണി ചെന്നമ്മ ട്രെയിൻ. അതിനിടയിലുള്ള ഒരു ഇടത്താവളം മാത്രമാണത്. പക്ഷെ എനിക്ക് അച്ഛനേ ഉള്ളൂ അവിടെ. എൻ്റെ ഒരു കസിൻ അച്ഛൻ വയസ്സൻ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഇല്ല. പിന്നെയുള്ള ഒരു അച്ഛനെയും ഞാൻ അറിയില്ല. ഈ അച്ഛൻ്റെ മുറിയിൽ രാവിലെ എത്തിയ ഞാൻ രാത്രി വരെ അവിടെ ചെലവഴിക്കണം. വേറൊരു വഴിയില്ല. ഞാൻ എവിടേക്കാണ് ഓടേണ്ടത്? ബാംഗ്ലൂരിലെ ആ സെൻറ്ററിലേക്കോ? അവിടെ ഗാങ് റേപ്പാണല്ലോ ചെയ്യപ്പെടുക. അവിടെ എത്രയോ സിസ്റ്റേഴ്സ് വരെ കുർബാനയ്ക്ക് പോകുന്നവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഡ്രഗ് കൊടുത്ത് ഉപയോഗിച്ച് എവിടെയോ കൊണ്ടിട്ടിട്ട് അങ്ങനെ വരെ വാർത്തകളുള്ള കാലമായിരുന്നു അത്. അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ പുറത്തില്ല. അത്രയും മണിക്കൂറുകൾ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ. അച്ഛൻ അറേഞ്ച് ചെയ്യുന്നൊരു കാറിലാണ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടത്. ഭാഷയില്ല, ഒരു ഓട്ടോറിക്ഷയിൽ വരാൻ അറിയില്ല. ഇതെല്ലാ പ്രശ്നങ്ങളും കാരണം ഇത് നമുക്ക് പരിചയമുള്ള അച്ഛനാണ്. എൻ്റെ ഒരു സിസ്റ്റർ, എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് സിസ്റ്ററിൻ്റെ
കസിൻ അച്ഛനാണ് കത്തെഴുതിയിട്ടൊക്കെയാണ് പോകുന്നത് അവിടെ. പോയത്. അപ്പോൾ ആ അച്ഛൻ്റെ പ്രൊട്ടക്ഷനിൽ ഏറ്റവും ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കാത്ത, ഈ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ വെച്ച് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്, എന്തും തുറന്നു പറയാവുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത ഏറ്റവും വിശുദ്ധനായ ഒരു അച്ഛൻ അവിടെ ചെന്ന് ഉള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ എങ്ങനെയോ ഇങ്ങനെയൊക്കെ മോഹങ്ങളൊക്കെ ആയി വേറൊരു പണിയും ഇല്ലാണ്ട് നമ്മൾ ഈ അലസൻ്റെ ഹൃദയം പിശാചിൻ്റെ പണിപ്പുരയാണെന്നൊക്കെ പറയണ പോലെ വേറെ ഒരു പണിയുമില്ല. ഫൈനാൻസിൻ്റെ ചാർജ് മാത്രം, എല്ലാ റൂമുകളും എല്ലാ കാറുകളും അച്ഛൻ്റെ അധീനതയിൽ, എല്ലാവരും വളരെ നല്ല അച്ഛൻ എന്ന് പറഞ്ഞ് പേര് കിട്ടിയിട്ടുള്ള ഒരു അച്ഛൻ. അപ്പോൾ അച്ഛന് ഇതൊക്കെ പല കഥകളും അലതുകളും ബുക്സ് വായിച്ചും നോക്കിയും ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആ സമയത്താണ് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാനൊരു ഇരയായി മാറുകയാണ്. എനിക്ക് അവിടെ നിന്ന് നീങ്ങാൻ വേറൊരു നിവൃത്തിയില്ല. ഞാൻ പിന്നെ എന്നെ ഇവിടെ കൊണ്ടുപോയല്ലോ, ലാൽബാഗിൽ കൊണ്ടുപോയിട്ട് കുറേ സീൻസൊക്കെ കാണിച്ചു തന്നിട്ടാണല്ലോ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് മണിക്കൂറുകളൊന്നും അധികം ഇല്ല കേട്ടോ, ഇതിനൊന്നും അത്ര മണിക്കൂർ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പെട്ടെന്ന് കാപ്പി കുടിക്കാൻ കൊണ്ട് കൊണ്ടുപോയിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം എനിക്ക് കുർബാന കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. അപ്പോൾ അച്ഛന് ദേഷ്യം വന്നിട്ട് ഈവനിങ്ങിൽ ഒരു മാസം ഉണ്ട്, അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പുറകിൽ വേറൊരു കെട്ടിടത്തിൽ മാസം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുർബാന കാണാണ്ട് എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നൊക്കെ ഞാൻ എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ എന്നെ കുർബാനയ്ക്ക് കൊണ്ടുവന്നാക്കി. അപ്പം മണിക്കൂറുകൾ വീണ്ടും കുറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് എന്നെ ആൾ കാണാൻ നിർബന്ധിച്ചത്. കാരണം പിന്നെയും എന്നെ കൊണ്ടുവന്നാക്കണമെങ്കിൽ ആളുടെ കാറിൽ ആൾ കൊണ്ടുവന്നാക്കണം. ആൾ അറേഞ്ച് ചെയ്താലേ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ, രാത്രി ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഹി വാസ് ദ ഓൺലി പ്രൊട്ടക്റ്റർ ഫോർ മീ. വേറെ ഒരാളില്ല. അപ്പം എനിക്ക് എന്നിട്ട് പോലും ഞാൻ മണിക്കൂറുകൾ ആളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ആമേൻ എന്ന പുസ്തകം തന്നെ ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റേഷൻ ഫീസ് നിർത്തലാക്കുക എന്ന് പറയുന്ന സ്പേസിൽ എത്തുമ്പോഴാണ് ശരിക്കും ഫൈറ്റ് ഒരു മാനസിക ക്ലൈമാക്സിൽ എത്തുന്നത്. ഒരു മാനസിക രോഗിയാക്കിയാലും കുഴപ്പമില്ല എന്ന തീരുമാനം ശക്തമായിട്ട് എടുക്കുന്നത്. അതിന് ശേഷമാണ് ഇത് വളരെ ഊർജിതമാകുന്നത്. അതിന് മുമ്പ് തന്നെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് അവിടെയാണ്. അപ്പം സഭയുടെ വരുമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് അവിടെ പ്രോബ്ലം വന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇത് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പലതരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അത്തരം ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ അതിനുള്ളിൽ നിന്ന് ശ്രമിച്ചത്? ഞാൻ ആമേൻ എഴുതിയതിൻ്റെ കോർ എന്ന് പറഞ്ഞത് മെയിൻ കോറ് ജീസസ് എനിക്ക് വേണ്ടി ചെയ്ത മിറക്കിൾസ്. അപ്പം ഞാൻ ജീസസ് എന്ന് പറയുമ്പോൾ ആ ശക്തി തന്നെ ചെയ്ത മിറക്കിൾസ് പറയാനും കൂടി വേണ്ടിയിരുന്നു. കാരണം എപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തത്, മംഗള എക്സ്പ്രസ്സിൽ ഇരിക്കുമ്പോൾ അവിടെ എൻ്റെ ട്രെയിൻ ടിക്കറ്റ് കോഴിക്കോട് എടുക്കണതിന് പകരം എറണാകുളം. അപ്പോൾ അത്ഭുതങ്ങളിങ്ങനെ ചെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് കോർ മെയിനായിട്ട്. പക്ഷേ എന്നെ വിടാനുള്ള മെൻ്റലാക്കി ചിത്രീകരിക്കാനുള്ള കോർ അല്ലെങ്കിൽ അത് ഈ ഫൈനാൻസ് തന്നെയായിരുന്നു. ഫൈനാൻസുമേ തൊട്ടാൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ അനീതികൾക്കും എതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നൊരു വരിയാണല്ലോ, ഞാനൊരു AK ആൻ്റണിയാണ്. എത്ര നാൾ ഈ കസേരയിൽ ഇരിക്കുന്നു എനിക്ക് ഉറപ്പില്ല. ഇത് തന്നെയാണ് മറ്റുള്ളവർ പൂരപ്പറമ്പിലിരുന്ന് കുറേ VIP കളിരുന്ന് എന്നെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടെന്ന് വന്ന് പറഞ്ഞു. ഇത് എത്ര ദിവസം ഉണ്ടാവും, ഈ ഒരു പ്രത്യേകതരം പ്രോഗ്രസീവ് പ്രിൻസിപ്പിൾ എത്ര കാലം ഉണ്ടാവും? എന്നെ അവർ വിളിച്ചിരുന്നത് ജനകീയ പ്രിൻസിപ്പൽ, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൽ എന്നായിരുന്നു. ഇത് ഒരു പ്രത്യേക തരമാണല്ലോ, ഇത് എത്ര നാൾ ഇരിക്കുക കസേരയിൽ നിന്ന് അവർ തന്നെയിരുന്നു. അതെന്നോടൊരാൾ വന്ന് പറഞ്ഞു. ഞാനും ഇതുപോലെ എന്നെയാണ് ഇരുന്നത്, എനിക്ക് ഇത്ര കാലം വേണമെന്നില്ല, എപ്പോൾ ഇറങ്ങണോ അപ്പം ഇറങ്ങും എന്നുള്ള പോലെയാണ്. അപ്പോൾ AK ആൻ്റണി പിന്നെ ഇറങ്ങാണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ പഴയ AK ആൻ്റണിയാണ്. അപ്പോൾ എനിക്ക് അനീതിക്കെതിരെ ഞാൻ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഇപ്പം സിസ്റ്റർക്ക് കുറച്ച് അധികാരം കയ്യിലുണ്ട്, അത് വെച്ച് പറ്റാവുന്ന അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാം. അപ്പം അതൊരു അവസരമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാം. ഈ ഫൈനാൻസ് എന്ന് പറയുന്നത് സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതിയായിട്ടാണ് ജീവിച്ചു വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരു വിശുദ്ധയാകണമെങ്കിൽ സഭയിൽ മാക്സിമം പൈസ പണക്കാരുടെ കയ്യിൽ നിന്നോ അവർ എങ്ങനെയെങ്കിലും സഭയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന സമ്പാദിക്കുന്ന ആളാണ് സഭയെ സ്നേഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വിശുദ്ധി മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ ജീവിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. പണം, അതേ അവർക്ക് പണം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് അവർ ആലോചിക്കുന്നുണ്ട് പവർ. അത് പൊളിറ്റിക്കൽ പവറും വേണം, ബാക്കി എല്ലാ പവറും വേണം. അത് പണം ഉണ്ടെങ്കിലേ പവറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് നമുക്ക് ജോൺ പോൾ ഒന്നാമൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണോ ആ ടൈറ്റിൽ, ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജോൺ പോൾ ഒന്നാമനെ വിഷം കൊടുത്തതാണ്. അദ്ദേഹം കയറിയിരുന്ന് 33 ദിവസമേ ഇരുന്നുള്ളൂ ബിഷപ്പായിട്ട്, അല്ല മാർപ്പാപ്പയായിട്ട്. ഫൈനാൻസുമ്മ തൊട്ടു.
അപ്പോൾ ഫൈനാൻസും തൊട്ടാൽ അവർ വിവരം അറിയും. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഫൈനാൻസും ഇതുവരെ തൊട്ടിട്ടില്ല. ഫൈനാൻസ് ഉണ്ടാക്കാനുള്ള വഴിയും ആൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് കുറേ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധരെയൊക്കെ പ്രഖ്യാപിച്ചാൽ ഉടനെ അത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് തീർത്ഥാടന കേന്ദ്രമായി മാറി വരുമാനം കൂടും. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക്. ബാക്കി എന്തൊക്കെ വിപ്ലവം പറഞ്ഞാലും കുറേശ്ശെ ചെയ്താലും ആൾ സേഫായി ഇരിക്കുന്നത് ആൾ ഫൈനാൻസുമേ തൊട്ടിട്ടില്ല. അപ്പം ഞാൻ ഫൈനാൻസുമെയാണ് തൊട്ടിരിക്കുന്നത്. ഒരു വർഷത്തെ ക്യാപിറ്റേഷൻ ഫീ ഫുള്ള് വാങ്ങിയില്ല, പിന്നെ 4 വർഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ അത് പെരുക്കി നോക്കിയാൽ അത് ഹ്യൂജ് എമൗണ്ടായി മാറും. ഇരിക്കുന്ന ഞാൻ ഇനി അടുത്ത വർഷം വാങ്ങില്ലല്ലോ. അപ്പോൾ എൻ്റെ നെവ്യൂ വരെ പറഞ്ഞു, ഇനി കൊച്ചാൻറ്റീനെ ആ കസേരയിൽ ഇരുത്തില്ല കേട്ടോ, എന്താ ഈ ചെയ്തിരിക്കുന്നത് ഫൈനാൻസുമേ തൊട്ടു എന്നുള്ളത്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. സഭ അത്രയേറെ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കും. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സഭയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ കന്യാസ്ത്രീ ആവുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അച്ഛന്മാരുടെ പെരുമാറ്റത്തിലൊക്കെ അഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുംബനം ചോദിച്ചു വാങ്ങിക്കുക, പലരും ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ സിസ്റ്റർ അന്ന് ഇടപെട്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞത് അവരോട് ചോദിച്ചിട്ടാണ് എന്നുള്ളത്, അതിനകത്താണ് സിസ്റ്റത്തിനുള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ അതിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പ്രതീക്ഷ ഇത് നന്നാവും, ഇല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളൊരു ഒരു വിശ്വാസമൊക്കെ കൂടുതലായിരുന്നതുകൊണ്ടാണ് അന്നും ഈ പിടിച്ചു നിന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ സിസ്റ്റർ ആവാൻ പോകുമ്പോൾ എൻ്റെ ബ്രദർ വളരെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എൻ്റെ പെങ്ങളെ അങ്ങനെ വിടാൻ പാടില്ല. കാരണം മിഷൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഈ സിസ്റ്റേഴ്സ്, കുപ്പായിട്ട സിസ്റ്റേഴ്സാണ്, അധികവും ദേഷ്യപ്പെടുകയും കർക്കശത്തോടെ പെരുമാറുകയും ചെയ്യുക. എന്തിനാണ് അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ പെങ്ങളെ വിടണേ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആകാതിരുന്നാൽ പോരെ. അതാണ് എപ്പോഴും നമ്മൾ പറയുക, എത്ര മോശം സിസ്റ്റേഴ്സിനെ കണ്ടാലും ഞാൻ മോശമാകാതിരുന്നാൽ പോരെ. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അത് ഞാൻ ഒരു ട്രെയിനിങ് പീരീഡിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോഴും ആ ഒരു അച്ഛൻ അങ്ങനെയായിപ്പോയി. പിന്നെ അച്ഛൻ അത് മനസ്സാന്തരപ്പെടും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ വിശ്വാസം. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ലല്ലോ. പിന്നെ ഈവൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും സംശയമുണ്ടായിട്ട് ഞാൻ ഫാദർ ഫെററിൻ്റെ ധ്യാനം കൂടിയിട്ടാണ് തീരുമാനം എടുത്തത്. അച്ഛൻ പറഞ്ഞിട്ടല്ല, ഈശോയോട് ചോദിച്ചിട്ട്. പക്ഷേ അച്ഛന് ഞാനൊരു കത്ത് എഴുതി ചോദിച്ചത് വെച്ചാൽ, എനിക്ക് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ സംശയങ്ങൾ വരുന്നു. ഇതൊക്കെ ഉള്ളതാണോ? ഇത് വെറും കളിപ്പീരാണോ? ഇത് ജീസസ് അവിടെ വരും എന്ന് പറയുന്നു, ദൈവമാണ്, അപ്പം ദൈവമായി മാറും എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞത്, വിശ്വാസത്തിന് എതിരായി പാപം ചെയ്യാൻ എന്നെ അനുവദിക്കരുതേ, ദൈവമേ എനിക്ക് വെളിച്ചം തരണേ എന്ന് പ്രാർത്ഥിക്കൂ, അങ്ങനെ വിശ്വാസ പ്രമാണം കുറേ പ്രാവശ്യം ചൊല്ലൂ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് നമുക്കൊരു കാലഘട്ടം മുഴുവനും ഉണ്ട്. ഇപ്പോൾ ഈ അച്ഛൻ പറയുന്നു, നമ്മുടെ ഫാദർ ജെയിംസ് ഗുരുദാസ് CMI പറയുന്നു, ഇത് ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു തരികിട പരിപാടിയാണ് വിശുദ്ധ കുർബാന, ആളുകളെ കിട്ടാൻ വേണ്ടി. അത് തരികിടയാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് അച്ഛനത് ചൊല്ലാത്തതും അച്ഛനെ ആരും ശിക്ഷിക്കാത്തതും. അപ്പോൾ ഇപ്പം ഞാൻ അന്ന് ആലോചിച്ച, വിവേകപൂർവം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇന്ന് ഞാൻ വീണ്ടും അത് അരക്കിട്ടുറപ്പിക്കുകയാണ്. ഇത് ഒരു തരം തട്ടിക്കൂട്ടലുകളല്ലേ? മനസ്സാണ് ഏറ്റവും ശക്തിയുള്ള ദൈവം. ദൈവം ആവസിക്കുന്നത് മനസ്സിലാണ്. നമ്മൾ പറയും ഗോഡ് ഈസ് ഇമ്മിനൻറ്റ് ആൻഡ് ഡിസ്റ്റൻറ്റ്. നമ്മുടെ ഉള്ളിലുമുണ്ട്, ദൂരങ്ങളിലുമുണ്ട്, അതായത് പ്രപഞ്ചമാകെയുണ്ട്. എൻ്റെ ഉള്ളിലാണ് ഈ ദൈവം, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമാണ്, ഈ പ്രപഞ്ചം മുഴുവനുമാണ്. ഇതാണ് ദൈവം. ഇപ്പം ഈ വിശുദ്ധ കുർബാനയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിൽ ഒന്നുമല്ല അത്ഭുതങ്ങളും അല്ലെങ്കിൽ ദൈവിക ശക്തി അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ദേവാലയത്തിലിരുന്ന് ഞങ്ങൾ ചിലപ്പം രാത്രിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ 2 പേരൊക്കെ ഉള്ളെങ്കിൽ എല്ലാവരും ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറയാം. അന്ന് മദർ പറഞ്ഞ കാര്യവും ചെയ്ത കാര്യവും ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ ദേവാലയമായി മാറുന്നു. ഞങ്ങൾ ഇത്രയും പരിശുദ്ധിയിൽ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, പ്രാർത്ഥന മാത്രം ചെയ്യേണ്ട ദേവാലയത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മദർ എന്നോട് പറഞ്ഞൊരു വരി ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മൾ കൊടുക്കുന്ന വിശുദ്ധിയെ ആ ദേവാലയത്തിനുള്ളൂ. ദേവാലയത്തിന് അതിൽ തന്നെ ഒരു വിശുദ്ധിയില്ല. നമ്മൾ കൊടുക്കുന്ന വിശുദ്ധിയെ ദേവാലയത്തിനുള്ളൂ. അപ്പോൾ അത് ഈ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുന്നത്, അതിവിടെ ഇരുന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ ദേവാലയമാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ
അവിടെയാണ് ദൈവം. ഉം. ആ മനസ്സിൻ്റെ ശക്തി. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഒരു ചെറിയ ശതമാനമേ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്ര വലിയ സയൻറ്റിസ്റ്റേ. മനസ്സിൻ്റെ ആഴം, നമ്മൾ അത്ഭുതങ്ങളും മിറക്കിൾസൊക്കെ ഈ പോട്ടയിലും ഡിവൈനിലും അല്ലെങ്കിൽ ആശ്രമങ്ങളിലും നടക്കണമെന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ശക്തിയാണ്. ഉം. അതിവിടെ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റും അത്ഭുതം. ഉം. ഇപ്പോൾ സിസ്റ്ററിനെ തുടർന്നാണ് ഇപ്പോൾ ലൂസി കളക്പുരയ്ക്കൽ ഉള്ളിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു കോൺഗ്രേഷന് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഫൈറ്റ് നടത്തുക എന്ന് പറയുന്നത്. ആ ഫൈറ്റ് ഒരുപക്ഷെ ഇടയ്ക്കൊക്കെ ഒരു വാർത്തകളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റ് തന്നെയാണ്. അങ്ങനെ ഒരുപക്ഷെ ഉള്ളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. പുറത്തുനിന്നുള്ള പ്രഷർ എത്ര ഉണ്ടെങ്കിലും അതിന് കഴിയില്ല. സിസ്റ്റംസ് ഒക്കെ അങ്ങനെയാണ്. ഒരു പാർട്ടി ആണെങ്കിലും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. പക്ഷെ സിസ്റ്റർ ലൂസിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗുണകരമാണ്, ഇല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക? ഞാൻ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യലായിരുന്നു എന്നെ പുറത്താക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞാൻ പുറത്തു വരുന്നത് വരെ ഞാൻ ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വരേണ്ട ഗതികേട് വന്നത് CMCയിൽ അകത്ത് നിന്നിട്ട് ഇത്രയും ഞാൻ ചെയ്തേക്കാൾ വലുത് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക സങ്കുചിത ഒരു സ്ഥലമാണത്. സിസ്റ്ററിൻ്റെ ക്ലാരമഠം കുറച്ചുകൂടി ഒരു വികാസമുള്ളതാണ്, കുറച്ചുകൂടി ഡെമോക്രസി ഉള്ളതാണെന്ന് പണ്ടേ ഞങ്ങൾ പറയും. ലൂസിയുടെ കാര്യത്തിൽ മാത്രമല്ല, അതിന് മുമ്പേ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ വരുമ്പോൾ CMC സിസ്റ്റേഴ്സ് കുടിസായിട്ട് ജീവിക്കുന്നതും ക്ലാരക്കാർ കുറച്ചുകൂടി ലിബറലായിട്ട് ജീവിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഒരു ജൂനിയർ സിസ്റ്റർക്ക് സിസ്റ്ററുടെ വയസ്സായൊരു സിസ്റ്റർ മരിച്ചപ്പോൾ ഈ സിസ്റ്റർക്ക് പോകണം എന്ന് പറഞ്ഞ് രാത്രി 10 മണിക്ക് ഞാനാണ് കൊണ്ടുപോയത്. ആ സിസ്റ്റർക്ക് അനുവാദം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വയസ്സായൊരു സിസ്റ്റർ ആ മഠത്തിൽ മരിച്ചതിന് ഈ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഈ ക്ലാരമഠത്തിലേക്ക് പോകാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോവാണ്. പക്ഷെ അനുവാദം ആ സിസ്റ്റർക്ക് കിട്ടി, ജൂനിയർ സിസ്റ്റർ കിട്ടി എന്നുള്ളത് അത്ഭുതമാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ലിബറലൈസ്ഡ് ആണ് എന്നാണ് ഞാൻ പറയുക ക്ലാരമഠം. അപ്പോൾ കുറച്ച് സാധ്യത അങ്ങനെ. പക്ഷേ സിസ്റ്ററുടെ ധീരത അത് സമ്മതിച്ചേ പറ്റൂ. കാരണം ഞാൻ ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ സിസ്റ്ററിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയപ്പോൾ അവർ ഒരുപാട് മക്കളുണ്ട്. സിസ്റ്റർ ഒരു 4-മത്തെയോ 6-മത്തെയോ ഒക്കെയാണ്. 11 മക്കളോ മറ്റോ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സിസ്റ്ററുടെ അപ്പൻ ഒരു നാട്ടുപ്രമാണിയായിരുന്നു. ആ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ശരിക്കൊരു ജഡ്ജിനെ പോലെ സിസ്റ്ററിൻ്റെ അപ്പനാണ് ചെയ്തിരുന്നത്, നടത്തിയിരുന്നത്. അപ്പോൾ ആ അപ്പൻ്റെ മോളാണ്, ആ ശൂരത കിട്ടിയിട്ടുള്ള മോളാണ്. അപ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പോൾ വെറുതെ അല്ല സിസ്റ്റർക്ക് ഇത്ര ധീരത കിട്ടണേന്നത്. ഇനി പണം വെച്ച് നോക്കിയാലും ഇഷ്ടംപോലെ കുടുംബസ്വത്തുണ്ട്. അതൊന്നും സിസ്റ്റർ ഇപ്പോൾ ക്ലെയിം ചെയ്തത്. സിസ്റ്റർ പറയുന്നത് ഞാൻ ഇവിടുത്തെ അംഗമാണ്, എനിക്ക് ഇവിടെ തന്നെ എന്നെ നോക്കണം എന്നൊക്കെ പറയുന്ന ആ മിടുക്ക് അത് നല്ലതാണ്. വീട്ടിലെ സ്വത്ത് കണ്ടിട്ടല്ല മഠത്തിൽ നിൽക്കേണ്ടത്. പക്ഷെ എന്നാലും ആങ്ങളമാരൊക്കെ സപ്പോർട്ടുണ്ട്. അമ്മ ഈ അടുത്താണ് മരിച്ചത്. അമ്മ അപ്പോഴേ സപ്പോർട്ടുണ്ട്. വയസ്സായ അമ്മ മോളുടെ ഈ ഫൈറ്റിന് സപ്പോർട്ടാണ്. അപ്പം അതൊക്കെ വളരെ പ്ലസ് പോയിന്റ്സ് ആണ്. എല്ലാം ഒരു ദൈവത്തിൻ്റെ കളിയുണ്ട്, അല്ലെങ്കിൽ ശക്തിയുടെ കളിയുണ്ട്. ഇപ്പം ഞാൻ ചെയ്തതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് സിസ്റ്റർ ലൂസി ചെയ്യുന്നത്. അതിലെനിക്കും അഭിമാനിക്കാം. ഞാൻ ഒരു സ്റ്റെപ്പ് കയറിയെങ്കിൽ സിസ്റ്റർ 2-3 സ്റ്റെപ്പ് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് അഡ്വക്കേറ്റ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ സിസ്റ്റർക്ക് വേണ്ടി തന്നെ സിസ്റ്റർക്ക് വാദിക്കാം. അപ്പം അതൊക്കെ ദൈവമാണ്. ആ ഒരു വിളക്ക് കൊളുത്തിയ ഞാൻ 2-3 വിളക്ക് കൊളുത്താൻ ലൂസിക്ക് പറ്റുന്നു. അതൊക്കെ എൻ്റെയും കൂടി വിജയമാണ്. അത് എന്നെക്കാൾ വലിയ വിജയമാണ്. തീർച്ചയായിട്ടും. വിജയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നന്നായി പഠിച്ചു വന്ന ഒരാളാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റാങ്കൊക്കെ വാങ്ങിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജസ്മി, അല്ലെങ്കിൽ മേമി എന്ന് പറയാം. അപ്പോൾ ആ മേമിക്ക് വേറൊരു ലോകം ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് നമ്മളങ്ങനെ സങ്കല്പിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ലോകം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വേറൊരു ലോകത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പലായിരുന്നെങ്കിൽ മേമി വേറൊരു തരത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ഒരു സ്വപ്നമൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരുന്നു പ്രതികരണം? എന്നോട് തന്നെ എന്താണ്? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ അപ്പോഴൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ഒരു ഞങ്ങളുടെ തന്നെ ഒരു MP ഉണ്ടായിരുന്നു, പുതുക്കാടൻ. അദ്ദേഹം പറയാറുണ്ട്, ഇവിടെ IASനെ വിടണം കേട്ടോ എന്ന് ചെറുപ്പത്തിലേ പറയാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പഠിക്കണം മോഹമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് തന്നെ മണവാട്ടി ആവാനുള്ള ഒരു പ്രേരണ, അതിനു മണവാട്ടി ആക്കാൻ വേണ്ടിയാണ് വേണ്ടിയിട്ട്. അതെ, അതിനു വേണ്ടിയാണ് പഠിച്ചത്. അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കാൻ വിടല്ലേ അമ്മേ, TTCക്ക് വിടുമോ? അപ്പോൾ അത് കഴിഞ്ഞാൽ സ്റ്റോപ്പാണല്ലോ. TTC 2 വർഷം കഴിഞ്ഞാൽ അതെ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾ. അപ്പോൾ വേറൊരു പയ്യൻ ഇതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു മാഷ്, അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ സയൻസാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇത് ലിറ്ററേച്ചറിന് മോശമാണെന്നല്ല പറയണേ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. സയൻസ് ആണെങ്കിൽ സിസ്റ്റർ എവിടെ എത്തിയേനെ, സിസ്റ്ററിൻ്റെ ബുദ്ധി അതിലും അധികം വികസിച്ചേനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ തർക്കിക്കുമെങ്കിലും ശരിയായിരിക്കാമെന്ന്. പക്ഷേ അതൊന്നുമല്ല എൻ്റെ വഴി. എൻ്റെ വഴി ദൈവം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്രവാചികയാണ് എന്ന് വരെ ഇപ്പോൾ ഞാൻ പിന്നാക്കം തിരിഞ്ഞ് നോക്കി പറയാറുണ്ട്. ഐ എം എ പ്രോഫറ്റ് ഓർ പ്രോഫറ്റസ്. ചെറുപ്പത്തിലേ എന്നെ ഉണ്ണീശോ ആക്കിയിട്ട് ടാബ്ലോ ആക്കി, മടിയിൽ ഇരിക്കുന്ന ഉണ്ണീശോ, എണീറ്റ് നിൽക്കുന്ന പ്രേഗിലെ ഉണ്ണീശോ, ഇങ്ങനെ എന്നെ വളർത്തിക്കൊണ്ട് വന്ന് മഠത്തിനകത്ത് കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. ഒരു 33 വർഷം അല്ലെങ്കിൽ 28 വർഷം മഠത്തിനകത്ത്, അല്ലെങ്കിൽ 33 വർഷം കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് ഇനി നീ സംസാരിക്കും. എന്തോ ഇതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ പോയി വന്ന് ഇനി നീ സംസാരിക്കും, നീ അകത്ത് പോയിട്ട് വന്ന് സംസാരിച്ചാലാണ് അത് ജനം വിശ്വസിക്കുള്ളൂ. ഡയറക്റ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. പുറത്ത് നിന്നിട്ട് പൊൻകുന്നം വർക്കി എന്തൊക്കെ പറഞ്ഞു, ബാക്കി എത്രയോ പേരെഴുതി പറഞ്ഞു, അതിലൊക്കെ സത്യങ്ങളുണ്ട്. പക്ഷെ അവർ പുറത്ത് നിന്നാണ് പറഞ്ഞത്, അകത്തുനിന്ന് വന്ന ഒരാൾ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഇതിലൊക്കെ ഒരു പദ്ധതിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചാട്ടവാറെടുത്ത് കള്ളന്മാരെ ഓടിച്ച്, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്, ഇത് കള്ളന്മാരുടെ കവർച്ച സംഘമായി, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്ത ഒരു ചാട്ടവാറടിയാണ് എൻ്റെ ആമേൻ. അപ്പോൾ അതൊക്കെ ഒരു പ്രവാചകനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റോള് എനിക്ക് ദൈവം തന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് എത്രാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഞാൻ വല്ല 501 പറയേണ്ട വരും. 16 വർഷമായി ഞാൻ മടത്തിന്ന് പുറത്തിറങ്ങിയിട്ട്, എന്നിട്ടും നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങളുമായിട്ട്. അപ്പോൾ എന്താണ്, ദൈവമാണ് നിങ്ങളെ വിടുന്നത്. ആ ഒരു ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്ത് പ്രത്യേകതയാണ് ഞാനിവിടെ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. 9 പുസ്തകങ്ങൾ 9ാമത്തെ ഇറങ്ങി, അത്രയും എനിക്ക് പറയാനുള്ളൂ. അതിലൂടെയൊക്കെ ഞാൻ മരിച്ചാലും എൻ്റെ ആശയങ്ങൾ അതിലൂടെ എന്നെങ്കിലും, ഇപ്പോൾ വായിക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വായിക്കും. അപ്പം എനിക്ക് പറയാനുള്ളതൊക്കെ അതിൽ പബ്ലിഷ്ഡായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ള ലേഖനങ്ങളിലൂടെയൊക്കെ എൻ്റെ മനസ്സ് അതിലൂടെയും പറയുന്നുണ്ട്. അത് വായിക്കാത്തവർ നിങ്ങൾ പറയിപ്പിക്കുന്നു, നിങ്ങൾ വന്നിരുന്ന് ലൈവായും ഓൺലൈനായും ഒക്കെ പറയിപ്പിക്കുന്നു. എന്നോട് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സെന്റൻസ് ആണ്, അതിനകത്ത് ഉള്ളിലുള്ളവരൊക്കെ സിസ്റ്റർ ഭയകളും ഫാദർ ഭയകളും ഒക്കെയാണ്. ആകെ ഒരു അഭയം ഉണ്ടായിരുന്നത് കിണറ്റിൽ വീണ് മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഒബ്സർവേഷനാണ്. പക്ഷെ ഇന്ന് വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണോ അതിനെ വിലയിരുത്തേണ്ടത്? അതെ, എന്താണ് ആ സംഘത്തിന് വിളിക്കാൻ? അത് ഭയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. പ്രത്യേകിച്ച് അധികാരികൾക്ക് ഭയം, അവരും ഭയപ്പെടുന്നുണ്ടാവില്ലേ? ഈ താഴ്ത്തുപിതാവൊക്കെ മര്യാദയ്ക്ക് കണ്ണടച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ഡൗട്ട് ചെയ്യുന്നുണ്ട്. എന്ത് വക്രത ചെയ്താലും, രാഷ്ട്രീയ കളികൾ ചെയ്താലും ഒക്കെ മനുഷ്യൻ അസ്വസ്ഥമാകില്ലേ? ഒരു മനുഷ്യനല്ലേ? ആ ഒരു ഭയം, അധികാരികൾക്ക് അവരുടേതായ ഭയം, അധീനർ മുഴുവൻ ഭയത്തിലാണ് കഴിയുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് വരെ ചിലർ പറയും, ഒരു ജൂനിയർ സിസ്റ്റർ അവർ പഠിപ്പിക്കുന്നതാണ്, ആ ടീച്ചർ വിളിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും കൈ കുടഞ്ഞ് പേടിച്ച് ഓടുന്നു. കാരണം ആ സിസ്റ്റർ ഭയപ്പെടുന്നത് ഏതെങ്കിലും സീനിയർ സിസ്റ്റർ കാണുന്നുണ്ടോ? ഇനി വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്ററോട് ചോദിക്കുകയാണ്, എന്താണ് ടീച്ചറെ ചോദിച്ചത്, നീ എന്താണ് പറഞ്ഞത്? എല്ലാം ദുരൂഹതകളാണ്, നിഗൂഢതകളാണ്. അപ്പോൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും വഴക്ക് കേൾക്കും. അപ്പോൾ ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിതം, ഭയത്തിൽ സുഹൃതം ചെയ്യാൻ പറ്റുമോ? എൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളൊരു ചോദ്യമാണ്, ധൈര്യമില്ലാതെ ഒരു അയോട്ട, ഒരു കഷണം സുഹൃതം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ധൈര്യമില്ലാതെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരാൻ പറ്റുമോ? ഈ ധൈര്യമില്ലാതെ ഒരു സുഹൃതം ചെയ്യാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല. ഇത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് 16 കൊല്ലങ്ങളായി. പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ സെയിൻറ്റ് തെരേസ ഓഫ് ആവില പറഞ്ഞിട്ടുണ്ട്, ധൈര്യമില്ലാത്ത ഒരാളും മടത്തി ചേരരുത്. ധൈര്യമില്ലാതെ സുഹൃതം ചെയ്യാൻ പറ്റില്ല എന്ന്.
അത് നമ്മൾ അത്ര കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയമാണെങ്കിൽ എന്ത് സുഹൃതമാണ് ഇവർ ചെയ്യുന്നത്. ഇനി നമ്മുടെ മദർ തെരേസ, ഞാൻ ചോദിച്ചു, മദർ തെരേസയേക്കാൾ ഏറ്റവും അഴുക്ക് പിടിച്ച ജോലികൾ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കോൺവെൻറ്റുകളിലുണ്ട്. ഈ ക്യാൻസർ രോഗീനെ ചികിത്സിക്കണോ, അല്ലെങ്കിൽ നമ്പർ 2 അത് അമേദ്യവും ഇതൊക്കെ കോരി വൃത്തിയാക്കലും എല്ലാം താഴേക്കിടയിൽ നമ്മൾ പറയുന്ന മനുഷ്യർക്ക് ചെയ്യാൻ അറപ്പുള്ള വെറുപ്പുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് അവരെ മദർ തെരേസ പോലെ വിശുദ്ധയായി കണക്കാക്കാത്തത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം. അതായത് ഇവരൊക്കെ ഒരു മെഷീൻ്റെ വെറും സ്ക്രൂകളാണ്. മെഷീൻ തിരിയുന്നതിനനുസരിച്ച് അവരുടെ സ്ക്രൂവും തിരിയുന്നു. അവരായിട്ടൊരു ഇനീഷ്യേറ്റീവ് ഇല്ല, അവരായിട്ടൊരു സുഹൃത്തത്തിലേക്ക് പങ്കില്ല. മദർ തെരേസ ഇറങ്ങി. എന്നെ ഈ അടുത്ത് എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ എന്നെ കണ്ട്, അമ്മേനെ കാണാൻ പോയതാണ്. അവൾ പറഞ്ഞു, മടം ചാടിയോള്, കുടുംബം കലക്കി എന്ന് എന്നെ വിളിച്ചു. പലരും അത് ഞാൻ കേൾക്കാണ്ട് പറയുണ്ടാവും. പക്ഷേ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഒന്ന് പിന്നാക്ക് മാഞ്ഞു പോയി. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, മടം ചാടിയതല്ലേ മദർ തെരേസ? ഒരു മഠത്തിലല്ലേ ആയിരുന്നേ. പലരും മഠം ചാടിയിട്ടുണ്ട്. ഈ സെൻറ്റ് തെരേസ ഓഫ് ആവില വരെ സാധാരണ മഠത്തിൽ നിന്ന് മാറിയിട്ട് വേറെ വേറെ മഠങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ആ മഠം അഴുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് പുതിയ മഠങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, നവീകരിക്കപ്പെട്ട കർമ്മലീത്ത സഭകൾ ഉണ്ടാക്കാൻ തുടങ്ങി, മഠങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ മഠം ചാടേണ്ടതും ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ സുഹൃതത്തിലേക്ക് കടക്കാൻ ധൈര്യം വേണം. അതിനൊരു ഭയമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഏത് സിസ്റ്ററെ വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഭയം കൊണ്ട് അവർ പറയില്ല. ഇവിടെയൊക്കെ സുഹൃതാണ്. ഇപ്പോൾ എല്ലാ ചാനലിലൊക്കെ ഇരുന്ന് പറയും. ഞാനും കുറേ കാലം പറഞ്ഞിരുന്നു, ഇവിടെ വിശുദ്ധിയാണ്, ഇവിടെ സ്വർഗമാണ്, ഇത് സന്യാസം ആഗ്രഹിക്കാത്തവരാണ് ഇവിടെ കുറ്റം പറയുന്നത് എന്നൊക്കെ പറയുന്ന ഇതേ സിസ്റ്റേഴ്സിന് നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് ഇതൊന്നും ഈ ക്യാമറയൊന്നും ഇല്ലാതെ വിളിച്ച് ചോദിച്ചു നോക്കൂ. ഉണ്ടായ അനുഭവമാണ്. ഒരു എമി മാത്യു, ജോയ് മാത്യുവിൻ്റെ പെങ്ങളാണ്. ആമേനെ ഇറങ്ങിയ ഉടനെ എമി മാത്യു വിളിച്ചിട്ട് അവിടെ വന്ന ഒരു സിസ്റ്റർ, കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. ഞങ്ങൾ സിലബസ് റിനോവേഷൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിഥിയായിട്ട് ചെല്ലണു. ഇവരൊക്കെ കോളേജുകളിൽ നിന്ന് വരുന്നു. ആ സിസ്റ്ററോട് ചോദിച്ചു, ഈ സിസ്റ്റർ ജസ്മി ആമേനിൽ എഴുതിയതൊക്കെ അന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഒക്കെ നുണയാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എമി ഒരു ദിവസം സിസ്റ്ററിൻ്റെ അടുത്ത് പോയിരുന്നു. ഞങ്ങൾ 4-5 ദിവസം ഉണ്ടല്ലോ, വെറുതെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കില്ല, നമ്മൾ ഇന്നോവേറ്റീവായിട്ട് കോളേജിൽ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അപ്പോൾ വിലക്ക് വരും, അങ്ങനെയാണ്, ഒരു പൈസയും തരില്ല, അങ്ങനെ ഇതൊക്കെ പറഞ്ഞത് ഞാൻ ആമേനിലെഴുതിയ കാര്യങ്ങൾ. അപ്പോൾ എമി പറയാണ്, സിസ്റ്റർ കുറേ കുറ്റം പറഞ്ഞു, അതിലെഴുതിയൊക്കെ തെറ്റാന്ന് പറഞ്ഞു. പക്ഷെ പേഴ്സണലായിട്ട് ആളോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആൾക്കും പറയാനുള്ളത്. എപ്പോഴും തുറന്നെഴുത്തുകൾക്ക് പ്രസക്തിയുണ്ട്. ആ തുറന്നെഴുത്തുകൾ നടത്താത്തത് കൊണ്ട് അതിനങ്ങനെ തന്നെ വായിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി ചിലരൊക്കെ സംസാരിക്കുന്ന ഈ കൊച്ചു പുസ്തകം സ്റ്റൈലിലുള്ള വാക്കുകളുണ്ടല്ലോ, അതൊക്കെ വന്നപ്പോൾ സമയത്ത് ഈ തുറന്നെഴുതിയ സാധനത്തിനോട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? തുറന്നെഴുതാൻ പാടില്ലായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ എഴുതിയത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ മനസ്സിലായിട്ട്? നമുക്ക് നെഗറ്റീവായിട്ട് പറയുമ്പോൾ കൊച്ചു പുസ്തകം എന്നൊക്കെ ഇതിനെ വിളിക്കുക. അമ്മേനെ മാത്രമല്ല, ബാക്കി 8 പുസ്തകം എത്ര വലിയ പുസ്തകം, ഗഹനമായ ലേഖനങ്ങളാണ് അതിൽ. പലർക്കും ഞാൻ ചെറുകഥ പോലെയാണ് എഴുതുന്നത്, അതുകൊണ്ട് വായിക്കുമെങ്കിലും ചിലത് കട്ടിയാണ്, അവർക്ക് മനസ്സിലാവുന്നില്ല. നെരറ്റോളജിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനും കൊച്ചു പുസ്തകം എന്ന് പറയുന്നവർ അവിടെ ഇരുന്ന് പറയട്ടെ. പക്ഷേ ഞാനത് എഴുതേണ്ടതാണ്. ഞാൻ എഴുതിയത് തന്നെ പീലാത്തോസ് പറഞ്ഞ വരി പോലെ. കാരണം ഞാൻ ഈ ഒരു സിസ്റ്റർ വീട്ടിൽ പോയി തിരിച്ചു വന്ന് മഠത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ ഞാൻ ടി വിയിൽ വായിക്കുമ്പോൾ ആ സിസ്റ്റർ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞത്, അപ്പനോട് പറഞ്ഞിട്ടുണ്ടായില്ല പേടിച്ചിട്ട്, അമ്മയോട് പറഞ്ഞത് ഒരു മദർ വന്ന് എപ്പോഴും വാതിൽ കുറ്റിയിടാൻ പാടില്ല, എന്നിട്ട് അകത്ത് കയറി അവളെ തോന്നിയാസം ചെയ്യണമെന്നുള്ളത് പറഞ്ഞപ്പോൾ അതൊക്കെ അവൾക്ക് മാനസികമായ വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ പറയാണ്, പിന്നെ വയസ്സായ കന്യാസ്ത്രീക്ക് അവളുടെ കിടപ്പുമുറിയിൽ പോകാനല്ലേ, പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ അതിനെ പുച്ഛത്തിൽ പറയുന്നത് കേട്ടപ്പോൾ ആ ഡൽഹിയിൽ നിന്നിട്ട് തന്നെ ആ സിസ്റ്റേഴ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, എനിക്കും ഉണ്ടായിട്ടുണ്ടായ അത്തരം അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഹെട്രോസെക്സും ഹോമോസെക്സും രണ്ടും എനിക്ക് അനുഭവിക്കേണ്ട വന്നത് ഇതിനകത്ത് പോയത് അതിനൊന്നും അല്ലല്ലോ. എൻ്റെ അമ്മ വരെ അത് കേട്ടപ്പോൾ പറയാണ്, മോളെ ഞാൻ നിന്നെ പൊന്നുപോലെ വീട്ടിൽ നിന്നിങ്ങനെ നോക്കിയേനെ, നീ ഇറങ്ങിക്കോ, ഞാൻ നോക്കാം എന്നൊക്കെ അമ്മ പറയാൻ വന്നത്
ആ പ്രൊട്ടക്ഷൻ പ്രതീക്ഷിച്ച് പോയെടുത്ത് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം പല സിസ്റ്റേഴ്സും ആഗ്രഹിക്കാതെ അവർ കളങ്കിതരാകുന്നുണ്ട്. അവരാഗ്രഹിച്ചിട്ടാവണമെങ്കിൽ നമുക്കതിന് വേറൊരു മാർജിൻ ഇടാം. പക്ഷെ ആഗ്രഹിക്കാതെ ഇങ്ങനെ കളങ്കിതരാകുന്ന സിസ്റ്റേഴ്സ് അതിനുള്ളിലുണ്ട്. അപ്പോൾ അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഇതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഞാൻ ഒരു പടം വരയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ വരയ്ക്കില്ല, അത് പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ജെനിറ്റൽ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പടം പൂർണ്ണമല്ല. ഒരു സന്യാസത്തിൻ്റെ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ എഴുതിയേ പറ്റൂ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. 1.5 പേജേ ഉള്ളൂ കേട്ടോ ബാംഗ്ലൂർ ഇവൻ്റ്. ഈ 180 ചില്ലാനും പേജ് ഉള്ളതിൽ, പക്ഷെ അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. നമുക്കൊരു രക്ഷയില്ല. ഞാൻ എഴുതിയത് എനിക്ക് ഇനി പിൻവലിക്കാനില്ല, ഞാൻ മാറ്റി പറയൂല. എവിടെയാണ് സാഹിത്യ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകൂട്ടത്തിലൊക്കെ സിസ്റ്റർ ജസ്മിയുടെ സ്പേസ് എവിടെയായിരുന്നു അതിനുശേഷം? ഈ തുറന്നെഴുത്ത് നടത്തിയിട്ടുള്ള പലരും ഉണ്ട്, പക്ഷേ ജസ്മിയുടെ തുറന്നെഴുത്തുകളുടെ ഒരു ബലം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സഭയെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതായിരുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് അവർ മനസ്സിലാക്കി ജസ്മിയെ സ്വീകരിച്ചത്. പിന്നീടുള്ള അവരുടെ കൂട്ട് അല്ലെങ്കിൽ ചങ്ങാത്തം പെൺകൂട്ടത്തിലൊക്കെ ജസ്മി എവിടെയാണ് ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതെന്നാണ് സ്വയം മനസ്സിലാക്കുന്നത്. എന്നെ ഈ അടുത്ത കാലങ്ങളിൽ ബാംഗ്ലൂർ വിളിച്ചു ഒരു ലിറ്ററേച്ചർ ഇവൻറ്റിന്, പിന്നെ ഹൈദരാബാദ്. ഇതൊക്കെ അവർ മീടു കാലമായിരുന്നു. മീടുവിലും എന്നെ ചേർത്ത്. കാരണം അവിടെയും സിസ്റ്റർ ആഗ്രഹിക്കാത്ത ഒരു അനുഭവമാണ് സിസ്റ്റർക്ക് ഉണ്ടായത്. അത് മഠത്തിലെ ഒരു മീടു ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേറൊരു പത്രത്തിൽ വായിച്ചിരുന്നു, നൺസ് ടു എന്ന് പറഞ്ഞിട്ട്, കുറച്ച് ഫോറിനിലാണ്, വിദേശത്ത് ഉള്ളതാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മീടുവിനെ ഞാൻ പറയുമ്പോൾ നൺസ് ടു എന്ന് കൂടി പറയേണ്ട വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ അവരെന്നെ വിളിച്ച് ഒരു ഇവൻ്റ് പോലെയാണ്. ഹൈദരാബാദിൽ ഡിസ്കഷന് തൊട്ട് മുൻപ് എൻ്റെ പേര് വിളിച്ച് സ്റ്റേജിൽ നിന്നിട്ട് ഒരു 15 മിനിറ്റ് അനുഭവം പറയാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഭയങ്കര എല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിയുന്ന സ്റ്റാൻഡിങ് ഒവേഷൻ ഒക്കെ അന്ന് കിട്ടിയതും. അന്ന് ഉഷാവുതുപ്പ് ഉണ്ടായിരുന്നു, ആൾ കെട്ടിപ്പിടിച്ചൊരു ആ ഫോട്ടോ ഒക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ ഈ ഒരു വിഭാഗത്തിലും വേദനിക്കുന്ന സ്ത്രീകൾ, അവർക്കും വേണം നീതി. ആ ഒരു ലെവലിൽ ഞാനൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറി. അപ്പോൾ ആ മീ ടു നൺസ് ടു എന്നുള്ള പോലെ എന്നെ സ്വീകരിച്ചു. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഉടനെ ഒരു ധീരതയുള്ളൊരു സ്ത്രീ, അതും വെച്ചുകെട്ടില്ലാതെ തുറന്നു പറയാൻ ധൈര്യം കാട്ടുന്ന, ഈവൻ ഇൻ്റർവ്യൂസിന് വരെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തുറന്നു പറയുന്ന, അവിടെ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ മറച്ചു വെക്കാതെ പറയാൻ ധൈര്യം കാണിക്കുന്ന, അത് സ്ത്രീകളും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് എല്ലായിടത്തേക്കും വിളികൾ വന്നതും അവരൊക്കെ ഇപ്പം എന്നെ അവരുടെ ഒരു അംഗം പോലെ എന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ കടന്നു ചോദിച്ചാൽ, ശരിക്കും ഇപ്പോൾ സംസാരിക്കുന്ന ആത്മീയതയും മുൻപ് ആമേൻ എഴുതുന്നുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആത്മീയതയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല, ഇനി നാളെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ് സിസ്റ്റർ ജസ്മി ഞാൻ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ വെടിഞ്ഞിട്ട് ഒരു റാഷണലായിട്ടുള്ള, പൂർണ്ണമായി റാഷണലായി സംസാരിക്കുന്ന ഒരു ജസ്മിയെ എനിക്ക് പ്രതീക്ഷിക്കാമോ? റാഷണലൈസ്ഡ് ആണ് ഇപ്പോൾ ആണ്. അന്നത്തെ ഒരു കെട്ടുപാടുകളുണ്ടല്ലോ, നമ്മൾ ആ മഠത്തിനുള്ളിലുള്ള ട്രെയിനിങ്ങും കുറേ അതിൽ നിന്നൊക്കെ കുറേ വിടുതൽ പ്രാപിച്ചു. എന്നാലും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മിസ്റ്റിസിസം, അതാണ് ബാബു പോൾ പറഞ്ഞത്. സിസ്റ്റർ ഒരു മിസ്റ്റിക്കാണ്. ആ സിസ്റ്ററുടെ മിസ്റ്റിക്കിനെ മനസ്സിലാക്കാൻ ആ മഠത്തിൽ ആർക്കും പറ്റിയില്ല. അപ്പോൾ ആ മിസ്റ്റിസിസം എന്നിൽ നിന്ന് പോവുമോ എന്ന് ഞാൻ പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണ്ട് കൗൺസിലിംഗ് ചെയ്തിരുന്നത് പോലെ, നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നതും ബൈബിൾ വായന എന്നൊക്കെ പറയുന്ന ഒരു കൗൺസിലിംഗ് മോഡിൽ നമ്മൾ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും മനസ്സിൽ പതിപ്പിക്കുക. നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമ്മൾ ഓടിപ്പോയിട്ട് അയ്യോ മാനസാന്തരം വരരുത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് ബൈബിൾ വായിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ വചനങ്ങൾ ഓർത്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അത്തരം ഒരു കൗൺസിലിംഗ് ഇപ്പോഴും മനസ്സിൽ നടക്കുന്നുണ്ടോ? ഇത് വിട്ടുപോകരുത്, സിസ്റ്റർ ജസ്മി ആയിരുന്നു ഞാൻ എന്നുള്ള. എനിക്ക് അത് അങ്ങനെ അല്ല. ആ മിസ്റ്റിക് അത് ഇൻബോൺ ആണ്. മിസ്റ്റിക്കൽ, ആ മിസ്റ്റിക് ഇൻ മീ, അത് വിട്ടുപോവുക ഞാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷേ ഞാൻ 5ാം ക്ലാസ്സിൽ 6ലൊക്കെ പഠിക്കുമ്പോൾ മനസ്സ് വിഷമം ഉള്ള ഒരു കുട്ടിയായിരുന്നു. മാനസികമായിട്ട് എന്നുവെച്ചാൽ ഗുഡ് ബുക്കിൽ വേണം, നല്ല പേര് വേണം, പരീക്ഷയ്ക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെയാണ്. ഫസ്റ്റ് പോവോ അങ്ങനത്തെയൊക്കെയുള്ള ഒരു വെറും വേൾഡിലി
ഗുഡ് ബുക്കിൽ പേര് വേണം എന്നുള്ളതാണ് വേൾഡ്ലിനെസ്. അതെ അതെ അതെ. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് വെടിയുമ്പോഴേ മനുഷ്യൻ ശരിയായ പൂർണ്ണ മനുഷ്യനാവുള്ളൂ, ലിബറേറ്റഡ് മാൻ അല്ലെങ്കിൽ വുമൺ ആവുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു മനസ്സുവിഷമമൊക്കെ ഉണ്ടായിരുന്ന ഞാൻ മടത്തി പോകാൻ പോകുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ വരുമ്പോൾ അമ്മ ഉണ്ടാവണം. അമ്മ ഇല്ലെങ്കിൽ അമ്മ മറ്റത്ത് പോയിട്ട് അന്നില്ല. അപ്പം അമ്മ ചേച്ചിയോട് പറഞ്ഞിരിക്കുകയാണ്, അവൾ വരും, അവൾ എന്നെ കാണാതെയാകുമ്പോൾ അവൾ വിഷമിക്കും, അവളുടെ മനസ്സ് വിഷമം കൂടും, അപ്പം നീ അതനുസരിച്ച് പെരുമാറിക്കോളോ എന്ന് ചേച്ചിയോട് പറഞ്ഞു. ഞാൻ വന്ന് കയറിയ വശം അപ്പം അമ്മ മറ്റത്ത് പോയിക്കുക, നാളെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഡിമ്മായി. അപ്പോഴേക്കും പിന്നെ ഞാനിരിക്കുന്നിടത്തൊക്കെ ചേച്ചി വന്നിരുന്നു. ചേച്ചി അവിടെ ഇരുന്ന് തുന്നുന്നുണ്ട്, ചേച്ചി അവിടെ ഇരുന്ന്. ഞാൻ ചോദിച്ചു, ഇതെന്താ ചേച്ചി എന്നെ ചുറ്റിപ്പറ്റി നടക്കണേ? അപ്പോൾ അമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് മനസ്സ് വിഷമം വരും, അത് കാരണം എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ. പിന്നീട് ഞാനതിങ്ങനെ ജീസസിന് എല്ലാം പറ്റും എന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റോളജി, എനിക്കെല്ലാം പറ്റും എന്ന് പറഞ്ഞാൽ അത് സൈക്കോളജി. ഇതൊക്കെയാണ് അതിൻ്റെ കോറ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു ജീസസിനെല്ലാം പറ്റും, പിന്നെ എനിക്കും പറ്റും, ജീസസ് എന്നിൽ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്കും പറ്റും. ഇങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് പല പ്രക്രിയയിലൂടെ. ഇന്നിപ്പോൾ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് മനസ്സ് വിഷമമാണ്. 5 മണി 6 മണിക്ക് ആയി തുടങ്ങുമ്പോൾ അമ്മ പറയും, എനിക്ക് എന്തോ വിഷമം പോലെ മോളെ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എൻ്റെ മനസ്സ് വിഷമം അമ്മയല്ലേ മാറ്റി, അമ്മയുടെ ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതൊക്കെ മാറിയത് ഈ മിസ്റ്റിസിസത്തിലൂടെയാണ്. ഞാൻ മടത്തി പോകാൻ നേരത്തെ അമ്മ ചോദിച്ചു, നീ എന്നെ കാണാണ്ട് എങ്ങനെയാണ് മടത്തിൽ നിൽക്കുക, നിനക്ക് മനസ്സ് വിഷമല്ലേ, പെട്ടെന്ന് അമ്മയെ കാണണമെന്ന് തോന്നലും ഒക്കെ വരില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇപ്പം എനിക്ക് ഈശോ ഉണ്ട് എൻ്റെ ഉള്ളിലേ. അത് ആ ഈശോ എന്ന് പറയുന്നത് ഈശോ ദൈവമല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ശക്തി, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും മനസ്സിൽ ഒരു ഗോഡ്ലിനെസ്, ഒരു എലിമെൻ്റ് വെച്ചിട്ടുണ്ട്, ഒരു തുണ്ട് ഗോഡിന്. അതാണ് നമ്മളിലുള്ള വാക്വം. അത് ഫിൽഡ് ആവാത്തതാണ് നമ്മുടെ മനസ്സ് വിഷമം. ആ ഗോഡിനെ കൊണ്ട് ആ വാക്വം ഫിൽഡ് ആക്കി കഴിഞ്ഞാൽ വിഷമം മാറും. അതെപ്പോഴാണ് ശരിക്കും തീരാന്ന് വെച്ചാൽ നമ്മൾ ദൈവവുമായി ലയിക്കുമ്പോൾ മാത്രം. വാവ്, ഇതാണ് ശരിക്കും ജസ്മി. കുറേയൊക്കെ എനിക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്തൊരു ജസ്മി ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് കേട്ടാലും പറഞ്ഞാലും തീരാത്ത ഒരു മിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഗതിയാണ് ജസ്മി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞു വെക്കാം. ഇതൊക്കെ നമുക്ക് സാഹിത്യത്തിന് വഴങ്ങുന്ന വാക്കുകളാണെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള അർത്ഥം ജസ്മിക്ക് മാത്രമേ അറിയാവുള്ളൂ. ജസ്മി ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിസ്റ്റർ ജസ്മി എന്ന് തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. നന്ദിയുണ്ട് സംസാരിക്കാൻ.